ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവമക്കളോട് കൂടെ ലൈനിലായിരിക്കും പറയുന്നു. പ്രത്യേകിച്ച് ജോസഫ് പാസ്റ്ററേയും മറ്റെല്ലാ പാസ്റ്റർമാരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രയർ ലൈനിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കൂടി വന്ന് ഇന്ന് വചനം കേൾപ്പാനും ആരാധിപ്പാനും ഒക്കെയായി ലൈനിലായിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് വചന ധ്യാനത്തിനായിട്ട് മുന്നോട്ട് പോവാം. ഞങ്ങളോട് സ്നേഹിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ വലിയ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉയർത്തുന്ന കർത്താവെ, നല്ലതിനും വല്ലഭനും കരുണയുള്ളവനും ഞങ്ങളോട് ദീർഘക്ഷമ കാണിച്ച് മഹാദയ കാണിച്ച് കർത്താവെ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ മറ്റൊരു ശക്തിയുമില്ല കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. വചനത്തിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ കർത്താവെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടേണ്ടതിന് ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് മുഖാന്തരങ്ങൾ ഒരുക്കി നൽകണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ദിവസവും ശുദ്ധി ചെയ്ത് കർത്താവെ ഹാലലിയ, ഞങ്ങൾ കർത്താവെ ഹാലലിയ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളൊന്ന് വളരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കൂടി വന്നിരിക്കുന്ന ഓരോ ഭവനങ്ങളെയും ദൈവകരങ്ങളിൽ വെക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവകരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ. വചനത്തിന്റെ സമൃദ്ധി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവെ. ആത്മീയ കലവറകളെ ദൈവം തുറക്കണമേ. വെളിപ്പാടുകളാൽ, ദർശനങ്ങളാൽ, സ്വപ്നങ്ങളാൽ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. അവിടുത്തെ വചനത്തിലൂടെ വെളിപ്പാടുകളെ ദൈവം ഞങ്ങളോട് അറിയിക്കണമേ കർത്താവെ. ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്നതായിരിക്കുന്ന ഒരു ആശയമാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാ ആഴ്ചയും പോലെ തന്നെ സാധാരണ ഞാൻ ദൈവസന്നിധിയിൽ ചോദിക്കാറുണ്ട്, എന്ത് വിഷയമായിട്ടാണ് ദൈവമക്കളുടെ അടുത്തേക്ക് വരേണ്ടത്. കർത്താവ് തരാത്ത ഒരു ആലോചനയും എൻ്റെ ബുദ്ധിയിൽ എടുത്ത് അതാത് സമയങ്ങളിൽ പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കുറേ സമയം ആരോ എൻ്റെ അടുക്കൽ, ഏതോ ഒരു ആന്റി ആണെന്ന് എനിക്ക് തോന്നുന്നു, വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ചില കോട്ടകൾ എന്നുള്ളതായിരിക്കുന്ന ഒരാശയം, നമ്മളിലുള്ളതായിരിക്കുന്ന ചില സ്ട്രോങ് ഹോൾഡ്സ്. അതിനെക്കുറിച്ച് കുറേ സമയം ആ ഒരു വിഷയമായിട്ട് ഉറക്കത്തിൽ ഞാനിങ്ങനെ ആ കുറേ വചനങ്ങളും എന്തുവാണെന്നൊന്നും എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഒരു നിറഞ്ഞാണ് ഞാൻ കണ്ണു തുറന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വിഷയമായിട്ട് എൻ്റെ ജീവിതത്തെ, എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും വീണ്ടും ദൈവമക്കളുമായിട്ട് ഈ ആശയങ്ങൾ സംസാരിക്കുവാനുമായിട്ട് ഞാനിന്ന് ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ സ്വഭാവങ്ങളിൽ നമ്മൾ വരുത്തേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ, എങ്ങനെയെല്ലാം നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയത്തെ വെച്ചുകൊണ്ട് ടോപ്പിക്ക് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെല്ലാം നമ്മൾ സംസാരിച്ചെങ്കിലും അൾട്ടിമേറ്റ്ലി ആ ടോപ്പിക്കിന്റെ എല്ലാ എയിം ഒന്നായിരുന്നു. നമ്മൾ ആ നിത്യതയിലേക്ക് നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ ഈ ഭൂമിയിൽ ക്രമീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു സംസാരിച്ചതെല്ലാം. ഇന്ന് സംസാരിക്കാൻ പോകുന്നതായിരിക്കുന്ന വിഷയം ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നമ്മൾ സംസാരിച്ചതിന്റെ എല്ലാം കൂടെ ഒരു ആകത്തുക എന്ന് പറയാം. പാസ്റ്റർ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ബുക്കും പേനയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് കുറെ പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ടാവും. കാരണം ഇന്നൊരു എക്സാമിനേഷൻ ഡേ പോലെ ദൈവം നമുക്ക് തന്നിട്ട്, ഞാൻ എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ കർത്താവ് കുറേ പോയിന്റ്സുകൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ കുറെ എൻ്റെ മനസ്സിലേക്ക് വന്ന കുറെ പോയിന്റ്സുകൾ ഞാൻ എഴുതിയിട്ടു. ഏതെല്ലാം കോട്ടകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കോട്ടകളുണ്ട്. ആ കോട്ടകളെ നമ്മൾ ഇടിച്ചു കളയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. ആ കോട്ടകൾ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതാണ് ചില കോട്ടകൾ. അത് നമ്മളായിട്ട് ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ചില കോട്ടകളാണ്. നമ്മളിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിക്കാം. കാരണം ഒത്തിരി പോയിന്റ്സ് പറയാനുള്ളത് കൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെ ഒന്നും റെഫറൻസ് പറയുന്നില്ല. ഞാൻ ഓടിച്ച് മെയിൻ പോയിന്റ്സ് മാത്രം പറയും. കാരണം വചനം വളരെ നിശ്ചയമുള്ള ദൈവമക്കളാണ് എന്നെ കേൾക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിന്റെ റെഫറൻസ് പറഞ്ഞില്ലെങ്കിലും ആശയങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിന് ആധാരമായി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 മുതൽ 5 വരെ വായിക്കുന്ന വാക്യങ്ങളാണ്. ഞാൻ വായിക്കാതെ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും
ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തിരിഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെ നമ്മൾ പ്രെയർ ലൈനിൽ പാസ്റ്റർ സംസാരിച്ച വിഷയമായിരുന്നു ഇത്. ഇതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സ്റ്റിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് ചില ആശയങ്ങൾ കൂടെ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അത് എല്ലാ റൂംസിലും എഴുതി വെക്കാൻ പറഞ്ഞു, അല്ലെ? നമ്മളത് കേട്ടായിരുന്നു. കിച്ചണിലും ഹോളിലും ബെഡ്റൂമിലും എല്ലാം ആ വചനം നമ്മൾ എഴുതി വെക്കണമെന്ന്. അപ്പൊ അതിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം നമ്മൾ ജഡത്തിലെ സഞ്ചരിക്കുന്നെങ്കിലും നമുക്ക് പോരാട്ടമൊന്നും ജഡപ്രകാരം നമ്മൾ പോരാടുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഈ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പല ആശയങ്ങൾ ഇതിന് ബേസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളതായിരിക്കുന്ന ആശയത്തിലും ഞാൻ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തിൽ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അപ്പൊ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന്. ഈ ഒരു ആശയമല്ല എന്ന് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചിങ്ങിനെ എതിരായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് ഒന്നും കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും, വാഴ്ചകളോടും അധികാരങ്ങളോടും ഉള്ളതായിരിക്കുന്ന ഒരു പോരാട്ടോ പോയിന്റ് ആയുധങ്ങളെ കുറിച്ചല്ല അവിടെ പറയുന്നത് എന്ന് നമുക്ക് ഒന്നും കൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ പറയുന്നേ അവിടുത്തെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഇന്ന് ആയുധങ്ങളെ കുറിച്ച് വ്യക്തമായി നമ്മൾ കേട്ടു. 10 ആയുധത്തെ കുറിച്ച് പാസ്റ്റർ പറയുന്നത് കേട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്ക് അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റിയില്ല. പ്രസംഗം ഒന്നും കൂടെ കേട്ടിട്ട് ആ പോയിന്റ്സുകൾ ഒന്നും കൂടെ എഴുതിയെടുക്കണമെന്ന് ഞാനും വിചാരിക്കുന്നു. ആ 10 ആയുധങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പൊ ആ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കോട്ടകളെ ഇടിക്കുക. എന്താണ് ഈ കോട്ടകൾ? അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതായിരിക്കുന്ന ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ആയുധങ്ങൾ വെച്ച് കോട്ടകളെ ഇടിക്കണം. അത് കഴിഞ്ഞിട്ട് 5-ാം വാക്യത്തിൽ പറയുന്ന ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞു. അപ്പോ ഏതിനാലാണ് ഇടിച്ചു കളഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഉയർന്നു നിൽക്കുന്ന സങ്കല്പങ്ങൾ അത് ചില കോട്ടകളാണ്, നമ്മുടെ മനസ്സിന്റെ ചില വിചാരങ്ങളാണ്. ആ വിചാരങ്ങൾ എന്തൊക്കെയാണ്, ആ സ്വഭാവങ്ങൾ നമ്മൾ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് നമ്മളിൽ നിന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറെ മാസം നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർത്ത് ഇന്ന് പറയും. അതെല്ലാം ഏതൊക്കെയാണ് എന്റെ ജീവിതത്തിൽ വിട്ട് കളയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയെടുത്തിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് വിട്ട് കളയേണ്ടതിന് സകലതും വിട്ട് കളയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ കർത്താവിന്റെ സന്നിധിയിലേക്ക്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. അതിനെ അടക്കിയില്ലെങ്കിൽ അത് ഒരിക്കലും അടങ്ങത്തില്ല. കാരണം ഈ വിചാരത്തെ മാത്രം നമുക്ക് ആ ക്രിസ്തുവിനോടുള്ള അനുസരണം പിടിച്ചടക്കിയില്ല എങ്കിൽ ഒരു കൺട്രോളും ഇല്ലാത്ത കാര്യമാണ് വിചാരം എന്ന് പറയുന്നത്. നമ്മുടെ വായെ നമുക്കൊരു പരിധി വരെ നമ്മൾ നിയന്ത്രിക്കും. നാവ് കൊണ്ട് നമ്മൾ വളരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധിക്കും. അതുപോലെ കാണുന്ന കാര്യം കേൾക്കുന്ന കാര്യം എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ നമ്മുടെ വിചാരത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പിടിച്ചടക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അതിനെ പിടിച്ചടക്കണം. പിടിച്ചടക്കിയാൽ മാത്രമേ അതങ്ങനെ നിൽക്കത്തുള്ളൂ. നമ്മുടെ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഇമ്പോർട്ടൻസ് അത് പലപ്പോഴും ലൈനിൽ പറയാറുള്ള കാര്യം, ഇതൊന്നും പുതിയ ആശയങ്ങളൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ മനസ്സിനെ പിടിച്ചടക്കണം എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഇത് ഒരു ബാറ്റിൽ ഫീൽഡാണ്. ഞാനും നിങ്ങളും നിൽക്കുന്നതായിരിക്കുന്ന യുദ്ധക്കളം അല്ലെങ്കിൽ ആ യുദ്ധം ചെയ്യുന്ന ആ സ്ഥലം, അത് നമ്മുടെ മൈൻഡിൽ നിന്നോട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതായിരിക്കുന്ന ചില വചനങ്ങളും നമ്മുടെ ആ മനസ്സിലാണ് ആ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സ് ബാറ്റിൽ ഫീൽഡ് അവിടെ നിന്ന് അവന് ഇഷ്ടമുള്ള കുറെ കോട്ടകൾ കെട്ടി അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കൂടെ ചേർന്നുകൊണ്ട് അവൻ ആ കോട്ട ബിൽഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. അങ്ങനെ ആ ഒരു ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ അവന് വളരെ സ്മൂത്ത് ആയിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മുടെ മനസ്സാണ് പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം. ബൈബിളില് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്, അല്ലെ? ഹൃദയം എന്ന് പറയുമ്പോൾ ബൈബിളിൽ പലയിടങ്ങളിൽ ഹൃദയം എന്നുള്ളതായിരിക്കുന്ന ആശയം കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, അത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ് അതിരിക്കുന്നിടമായ ഇടത്തെ കുറിച്ചാണ് അത് പറയുന്നത്. അപ്പൊ പിശാച് എപ്പോഴും ട്രൈ ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യം, എങ്ങനെയെങ്കിലും നമ്മളുടെ ഈ മനസ്സിന്റെ നമ്മുടെ ആ ഒരു സിസ്റ്റം അത് കംപ്ലീറ്റ് സ്പോയിൽ ചെയ്യുക എന്നുള്ളതാണ് ആ പൈശാചിക ശക്തിയുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചടക്കണം. അതെപ്പോഴും നമ്മൾ ഓർത്തോണം എല്ലാ കാര്യങ്ങളും. കാരണം ഒരു ഡിസിഷനും ഇമോഷൻസും സകലതും വരുന്നത് അവിടെ നിന്നാണ്.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കുക. ഈ വചനം കേട്ട് തുടങ്ങുമ്പോൾ മുതൽ തന്നെ പ്രിയമുള്ളവരെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം അങ്ങ് ഇട്ട് കർത്താവിന്റെ മുമ്പിൽ അങ്ങ് വെച്ചേക്കുക. അപ്പൊ കർത്താവ് കാണിച്ചു തരും അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഞാനെടുത്ത് വെളിയിൽ കളയണം, എന്തെല്ലാം കോട്ടകൾ, ഇന്ന് തകരപ്പെടേണ്ട കോട്ടകൾ തകർന്നാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്റെ ജീവിതത്തിൽ പലപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടി പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ വചനം എല്ലാം എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. ഞാനൊരു വിഷയത്തിനകത്ത് വചനങ്ങൾ ഇങ്ങനെ നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻസ് സകലവും ഒരു വിഷയത്തിനായിട്ട് എന്റെ ഒരു ഫിനാൻസ് മേഖലയിലാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന സകല വചനങ്ങളും എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ചില സമയത്ത് വിടുതൽ കിട്ടാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഒന്നും കൂടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഇന്ന മേഖലകളിൽ ഇന്ന കോട്ടകൾ ഇടിയപ്പെടാതെ അടുത്ത ലെവലിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സ് അത് ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടണം, അത് ഈ ദിവസങ്ങളിൽ നമ്മൾ പിടിച്ചടക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾക്കറിയാം ഒരു കാര്യം ഞാൻ മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ റൂൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആ ഒരു മന്ദിരമാണ് അല്ലെ. അല്ല എങ്കിലും നമ്മുടെ ശരീരമാണ് നമ്മളെ റൂൾ ചെയ്ത് കൊണ്ടടക്കണമെങ്കിൽ അതിനെ കർത്താവിന്റെ വചനം പറയുന്നത് കള്ളന്മാരുടെ ഗുഹയായിട്ട് നമുക്കതിനെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആവശ്യമില്ലാത്ത കള്ളന്റെ എല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാക്കി അതിനെ ഒരിക്കലും മാറ്റരുത്. എയർലൈനിലുള്ള എല്ലാവരും വിശുദ്ധിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും ആ സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ളതായിരിക്കുന്ന ദൈവമക്കളുടെ മുമ്പിലാണ് ഞാൻ ഈ വചനം സംസാരിക്കുന്നത്, കേൾക്കുന്നത്. ചിലർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. വചനത്തിന്റെ മുമ്പിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യാനും സാധിക്കുമല്ലോ. അപ്പൊ നമ്മളുടെ മനസ്സെന്ന് പറയുമ്പോൾ അത് ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്, അവബോധ മനസ്സുണ്ട് അല്ലെ. അത് പല രീതിയിൽ മനസ്സ് കിടക്കുന്നുണ്ട് അല്ലെ. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പൊ ചില നമ്മുടെ ബോധ മനസ്സിലുള്ളതായിരിക്കുന്ന ചില പാപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അറിവോടെ നമുക്ക് ചിലത് അങ്ങനെ ബോധ മനസ്സിൽ കിടക്കും. പക്ഷേ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അവബോധ മനസ്സിലേക്കുമായിട്ട് കുറെ വിചാരങ്ങൾ അങ്ങനെ മാറ്റപ്പെടും. ആ മാറ്റപ്പെടുന്നതായിരിക്കുന്ന സംഭവങ്ങളെ നമ്മൾ അറിയ പോലും ഇല്ല. അത് നമ്മൾ അറിയാതെ ചില പാപങ്ങളായിട്ട് പിന്നീട് അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവിടെ കിടക്കുന്ന ചില കോട്ടകളാണ്. ചെറുപ്പകാലത്ത് കിട്ടിയ ചില മുറിവുകളായിരിക്കാം, ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ക്ഷമിക്കപ്പെടാത്ത ചില വിഷയങ്ങളായിരിക്കാം. ആ കിടക്കുന്നതെല്ലാം ഒരു മുറിവായിട്ട് ഡെവലപ്പ് വന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നർ ഹീലിംഗ് എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ആ മെസ്സേജസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ മറ്റുള്ളവർ എടുക്കുന്ന സമയത്ത് ആ ഒരു അവസ്ഥ എനിക്ക് എന്റെ ജീവിതത്തിൽ മറിഞ്ഞു കിടന്ന കുറെ കാര്യങ്ങളൊക്കെ എന്റെ മുമ്പിൽ വന്നത് എനിക്ക് നല്ലതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അവബോധ മനസ്സിൽ കിടക്കുന്ന ചില കാര്യങ്ങളും ഇതുമെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് ഇന്ന് ആവശ്യമില്ലാത്തതിലെല്ലാം വെളിയിലിട്ട് ശുദ്ധി ചെയ്യുന്ന ഒരു ദിവസമായിട്ട് ദൈവത്തെ ദിവസത്തെ മാറ്റട്ടെ അല്ലെ. അപ്പൊ ഈ പിശാചിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് എങ്ങനെ ഏത് സ്റ്റോൺ ഇടാൻ നമ്മൾ കൂട്ടു നിന്നാൽ മതി, ബാക്കി അവൻ പണിത് മേലെ കയറ്റി. പക്ഷെ അവനെ നമ്മുടെ സമ്മതം കൂടാതെ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ എപ്പോഴും ഓർത്തോണം. കാരണം മനസ്സ് നമ്മുടെ കൺട്രോളില്ല, കർത്താവ് അതിന്റെ കൺട്രോൾ നമ്മൾ ഏൽപ്പിച്ചേക്കുക അല്ലെ. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ആത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്തോണം, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ നിയന്ത്രിച്ചോളണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു ഒറ്റ സ്റ്റോൺ ഇട്ടാൽ ബാക്കി ഫൗണ്ടേഷൻ അവൻ പണിത് കയറ്റാൻ ഭയങ്കര ക്ലെവറാണ്, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇന്ന് ഒരു ഏരിയ പോലും പിശാചിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരൊറ്റ മേഖലകളും നമ്മൾ ഇന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അനുവദിക്കരുത്. റീനാഥ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നരകം കാലിയാക്കണം. എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. നരകം എങ്ങനെ കാലിയാക്കണം എന്നുള്ളതായിരുന്നു തന്റെ ആഗ്രഹം. ഇത് നമുക്കിങ്ങനെ പറയാം, സാത്താൻ ഒരു ഡെല്ലിങ് പ്ലേസ് ഒരിടത്തും കിട്ടരുത് അല്ലെ. കാരണം നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന അവയർനെസ്, നമ്മൾ ഈ കോട്ടകളെല്ലാം ഇടിച്ചു കളഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ അനുസരണം കെട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉള്ളവരൊക്കെ എല്ലാം വചനം പറഞ്ഞു കൊടുത്ത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കണം. ഇതെല്ലാം എങ്കിലും അറിഞ്ഞോ അറിയാതെയോ അല്ല നമ്മൾ അവന്റെ സ്വഭാവത്തിന് കൂട്ടു നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ കേട്ട് പിശാചിന്റെ സ്വഭാവത്തിന് നമ്മൾ നിഷ്ഫല പ്രവൃത്തികൾക്ക് നമ്മൾ കൂട്ടാളികളാകരുത്. ഇന്ന് രാവിലെ പാസ്റ്റർ പറഞ്ഞ വചനമായിരുന്നു അത്. ആ നിഷ്ഫല പ്രവൃത്തിക്ക് എങ്ങനെ കൂട്ടാളികളാവുന്നത്? നിഷ്ഫല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ അവന്റെ നിഷ്ഫല പ്രവൃത്തി? എങ്ങനെ നമ്മൾ കൂട്ടാളികളാകും അല്ലെ? ആ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂട്ടാളികളാവുന്നത്. അതുകൊണ്ട് നിഷ്ഫല പ്രവൃത്തി കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ളതായിരിക്കുന്ന മാനസാന്തരം ആ വിഷയം നമ്മൾ സംസാരിച്ചു. അപ്പൊ നിർജീവ പ്രവർത്തികൾ അല്ലെങ്കിൽ നിഷ്ഫല പ്രവർത്തികൾ അത് പൈശാചികമായിരിക്കുന്ന പ്രവർത്തികൾ, അതിൽ കൂട്ടാളികളാകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം അല്ലെ നമ്മുടെ മുമ്പിൽ വെച്ച് വന്നിട്ട് കർത്താവ്, നമുക്കറിയാം നന്മയും തിന്മയും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെന്ന അതിൽ നമ്മൾ ആ നന്മ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ആ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് പാസ്റ്റർ രാവിലെ പറഞ്ഞ 10 വെപ്പൺസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രാർത്ഥന, വർഷിപ്പ് ആൻഡ് പ്രൈസ്,
പിന്നെ എന്തുവായിരുന്നു പാസ്റ്റർ പറഞ്ഞ അതർ ടങ്, വേർഡ് ഓഫ് ഗോഡ് അല്ലെ, കെട്ടുവാനും വഴിക്കുവാനുള്ള അധികാരം, ഞാൻ എല്ലാം ഒന്നും ഓർക്കുന്നില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കർത്താവ് ഇത്രയും വെപ്പൺസ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ബാറ്റിൽ ഫീൽഡ് നിർത്തിയേക്കുന്നത്. അപ്പൊ ഈ ബാറ്റിൽ ഫീൽഡ് ആദ്യം ഒന്ന് നമ്മൾ റെഡിയാക്കണം. ഈ കുണ്ടും കുഴിയും ഉള്ളിടത്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണ്ടുന്നത് പോലെ നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അതെല്ലാം മാറ്റി ആ കോട്ടകളെല്ലാം ഇടിച്ചു കളഞ്ഞ് നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഈ പിശാചിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും അല്ലെ. വചനത്തെ തെറ്റായി പഠിപ്പിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ശക്തിയാണ് ഈ പിശാച് എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യന്റെ ആരാധന കൊതിക്കും, അപ്പൊ ഹൃദയത്തെ ചിലത് തോന്നിപ്പിക്കും, ചതിയൻ, പിന്നെ പിശാചിനെ കുറിച്ച് പറയും നിയമലംഘി, തന്ത്രശാലി. ഈ സ്വഭാവങ്ങളെല്ലാം നമ്മൾ നോക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം പറഞ്ഞ് അത് പഠിപ്പിക്കാനല്ല, പക്ഷെ നമുക്ക് എതിരെ നിൽക്കുന്ന ശത്രു ആരാന്നുള്ളതായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന അവയർനെസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശക്തമായി അന്യഭാഷ സംസാരിപ്പാൻ ദൈവം വായിൽ അന്യഭാഷ തന്നിരിക്കുന്ന സകല ദൈവമക്കളും അന്യഭാഷ പറഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കാര്യം നമ്മുടെ ബ്രെയിനിനകത്ത് ബുദ്ധി കൊണ്ട് സംസാരിക്കുന്നതായിരിക്കുന്ന ഭാഷയല്ല ശരിക്കും പറഞ്ഞ അന്യഭാഷ അല്ലെ. നമുക്കതെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ബുദ്ധി മണ്ഡലങ്ങളിൽ ഈയിടെ ഒരു ഇതിനകത്ത് ഈയിടെയല്ല കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് മെഡിക്കൽ സയൻസ് ഓൾറെഡി പ്രൂവ് ചെയ്തതായിട്ട് കുറെ നാളുകൾ മുന്നേ ഞാനൊരു വീഡിയോ കാണാനായിട്ടിടയായി. അത് ഞാൻ വീണ്ടും ഇന്ന് എടുത്തൊന്നും കൂടെ കേൾക്കാനായിട്ടിടയായി. നമ്മൾ ആ സ്പീക്കിംഗ് ഇൻ ടങ്സ്, അതായത് മെഡിക്കൽ സയൻസ് പോലും ഹോളി സ്പിരിറ്റ് പ്രേ ചെയ്യുന്ന ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളതിനെ അത് അംഗീകരിക്കുന്നതായിട്ട് ഒരു സ്റ്റഡീസ് നടത്തിയതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഏതാണ്ട് 12 വർഷം മുമ്പേ ഉള്ളതായിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ്. അവിടെ ഈ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലുള്ളതായിരിക്കുന്ന ഒരു ഡോക്ടർ ആൻഡ്രി ന്യൂബർഗ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ളതായിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ സ്റ്റഡീസിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത് ആൻഡ് സയൻസ് തമ്മിലുള്ളതായിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അപ്പോ അവിടെ ഉള്ളതായിരിക്കുന്ന ഒരു പാസ്റ്റർ ജെറി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പാസ്റ്ററെ ഒരു ബ്രെയിൻ സ്കാൻ വഴിയാണ് അദ്ദേഹം ഇത് പ്രൂവ് ചെയ്തത്. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്റ്ററെ MRI സ്കാനിന് വിധേയമാക്കി. എന്നിട്ട് പാസ്റ്റർ എടുത്ത് പറഞ്ഞു ആദ്യം ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ആ പാസ്റ്റർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രാർത്ഥിച്ചു, മക്കളെ അനുഗ്രഹിക്കണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. രണ്ടാമത് ഈ ടങ്സിൽ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു, ടങ്സിലും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവരതിന്റെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അവരതിന്റെ സ്കാനിങ് എടുത്ത് നോക്കിയപ്പോൾ അവരുടെ പഠനം ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഫ്രണ്ടൽ ലോബ് ഓഫ് ബ്രെയിൻ, ആ എവിടെയാണോ നമ്മളെ ആ ലാംഗ്വേജിന്റെ ഇതിരിക്കുന്ന സ്ഥലം, ആ ബ്രെയിനില് നോർമൽ ഭാഷ സംസാരിച്ചപ്പോൾ അത് ആക്റ്റീവ് ആയിരുന്നു, അതിന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ അന്യഭാഷ സംസാരിച്ച സമയത്ത് അത് ക്വയറ്റ് ആയിട്ടിരിക്കുമായിരുന്നു, അവിടെ അതിന് ഒരു മൂവ്മെന്റും ഉണ്ടായില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുമായിട്ട് അതിനൊരു കണക്ഷൻ ഇല്ല എന്ന് സയൻസ് അങ്ങ് പ്രൂവ് ചെയ്തു. കാരണം ഹോളി സ്പിരിറ്റ് ആണ് ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടങ്സിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹോളി സ്പിരിറ്റിന്റെ കംപ്ലീറ്റ് കൺട്രോളിലാണ്. അപ്പൊ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനിനകത്ത് ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നതായിരിക്കുന്ന ആ ബ്രെയിൻ അതൊരു അസാധാരണമായിരിക്കുന്ന ഒരു ശക്തിയാണ് അതിന്റെ ഉള്ളത്തിൽ തന്നേക്കുന്നത്. നമ്മുടെ ബുദ്ധി അവിടെ അബലമാക്കുക. ബ്രെയിനിനെ കുറിച്ച് പറയുമ്പോഴത്തേനും നമുക്കറിയാം, ഞാനിപ്പോ ബ്രെയിനെ കുറിച്ച് പറയാനല്ലേ ഇരുന്നത്, പക്ഷെ ഒരു ബ്രെയിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുകൾ കുറെ ഉണ്ട്. നമ്മുടെ ബ്രെയിൻ ഏകദേശം ഒരു 1.5 കിലോയുടെ അടുത്ത് വരും, ഒരു 3 പൗണ്ട് മേ ബി 1.3 കിലോഗ്രാം വരുന്ന ഒരു ബ്രെയിൻ ആണ് നമുക്കുള്ളത്. ആ ബ്രെയിനിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ആ ഒരു കപ്പാസിറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം 23 വാട്ട്സ് ഓഫ് പവർ. ഓക്കെ, അത്രയും നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അതിന് കപ്പാസിറ്റി ഉണ്ട്. അത്രയും വാട്ട്സ് ഓഫ് പവർ കപ്പാസിറ്റി അതിനകത്തുണ്ട്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾബ്, ഒരു CFL ബൾബ് അത് കത്തണമെങ്കിൽ 20 വാട്ട് മതി. ഓക്കെ, ഒരു LED ബൾബ് ആണെങ്കിൽ 18 മതി. അപ്പൊ നമ്മുടെ ബ്രെയിൻ നമ്മളൊന്ന് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് അപ്പ് ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ആ ഒരു സമയത്താണ് ഏറ്റവും ഫ്രഷ് ആയിട്ട് ബ്രെയിൻ ഇരിക്കുന്നത്. അതൊരു 23 വാട്ട്സ് ഓഫ് പവർ ഉണ്ടെന്നാണ് സയൻസ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ളതായിരിക്കുന്ന ഒരു ബ്ലഡ് ആൻഡ് ഓക്സിജൻ റേഷ്യോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 20% ഈ ബ്രെയിനിന് മാത്രം കിട്ടുന്നുണ്ട്. മനസ്സിലാവുന്നോ? അപ്പൊ അതുപോലെ തന്നെ ഈ ബ്രെയിനിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 10 സെക്കൻഡ് സമയത്തേക്ക്
ഈ ഒരു ഓക്സിജൻ സപ്ലൈ അല്ലെ ബ്ലഡ് സപ്ലൈ ബ്രെയിനിലേക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബോധക്കേട് സംഭവിക്കും. ഇത്രയും സെക്കൻഡ്സ് മതി. 8 മുതൽ 10 മെഡിക്കൽ സയൻസിലുള്ളവരും നേഴ്സസ് എല്ലാവരും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഡോക്ടേഴ്സും. പക്ഷേ സ്റ്റിൽ ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് ഈ സപ്ലൈ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അപ്പൊ നമ്മൾ എത്രത്തോളം ദൈവം നമ്മളെ കൊണ്ടുനടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചോണം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഈ ബ്രെയിനിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഈ ബ്ലഡ് വെസൽസ്, അതിന്റെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. 1,00,000 മൈൽസ് നീളം ഈ ബ്ലഡ് വെസൽസിനകത്തുണ്ട്. ആലോചിച്ച് നോക്കിക്കോണം, നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഈ ബ്ലഡ് വെസൽസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 100,000 മൈൽസ് ആണ്. അത്രയും നീളമുള്ളതായിരിക്കുന്ന ബ്ലഡ് വെസൽസ്. ഓക്കെ, ഇത് കൂടാതെ അതിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ന്യൂറോൺസിന്റെ നമ്പർ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ആ നെർവസ് സിസ്റ്റത്തിനകത്തുള്ളതായിരിക്കുന്ന കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു സെല്ലാണ് ന്യൂറോൺ. അതാണ് ഇൻഫർമേഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊടുക്കുന്നത്, അല്ലെ? ആ ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുക. ആ സാധനം, ആ സെല്ല്, ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിനകത്തുള്ളത് 100 ബില്യൺ ന്യൂറോൺസ്. അതായത് ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഓരോ മിനിറ്റില് 250,000 ന്യൂറോൺസ് ഉണ്ടാവുന്നുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ഇത്രയും വലിയ ഒരു എന്താ പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രെയിൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഉള്ളത്തിൽ വേറെ ഒന്നും കയറിയിരിക്കാൻ കർത്താവിന് ഇഷ്ടമില്ല. ആ ഉള്ള മെമ്മറീസ്, ആ മെമ്മറിയിൽ അല്ലെങ്കിൽ അവിടെ ഇരിക്കേണ്ട ഇടങ്ങളിൽ, ആ ചിന്ത ഇരിക്കേണ്ട ഇടത്ത് അല്ലെങ്കിൽ ഇമോഷൻസ് ഇരിക്കേണ്ട ഇടങ്ങളിൽ അവിടെ കർത്താവിന് ഇരിക്കാനാണ് ദൈവം തമ്പുരാന്റെ താല്പര്യം. മറ്റു ഒരു തോട്ട്സിനോ അവിടെ മറ്റൊന്നിനോ വേറെ ഒരു ലോകത്തിന്റെ സ്വഭാവത്തിനോ അവിടെ കയറി ഇരിക്കുവാനായിട്ട് നമ്മൾ ഒരിക്കലും ഇടം കൊടുക്കരുത്. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഈ ആശയങ്ങൾ അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു ഇതിൽ വായിക്കാനായിട്ട് ഇടയായ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കിട്ടുന്നതായിരിക്കുന്ന ചില മെമ്മറീസ്, ഓക്കെ, നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ കിട്ടുന്നതായിരിക്കുന്ന ചില മെമ്മറീസ് അത് അവിടെ തന്നെ കിടക്കും. അത് തന്നെ അതിന് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഓൾഡ് മെമ്മറീസ് ഒരിക്കലും ഡിലീറ്റ് ആയി പോകുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പ്രായമായി കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ നമുക്ക് ഓർമ്മ കുറഞ്ഞു പോയിന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയത് അവിടെ കിടക്കുമ്പോൾ പുതിയത് കുറെ വന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ലാത്ത കൊണ്ടാണെന്ന് ഈ അമേരിക്കൻ റിസർച്ച്, ഒരു ബ്രെയിൻ റിസർച്ച് ഇതിനകത്ത് അവര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാലും നമ്മുടെ ബ്രെയിനിലുള്ളായിരിക്കുന്ന സംഭവത്തെ ഡിലീറ്റ് ചെയ്ത് കളയുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, അല്ലെ? നമ്മുടെ ബ്രെയിനിനകത്തുള്ള കുറെ കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര പേരോ, അല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാം, ചില കാര്യങ്ങളൊന്നും നമ്മൾ ക്ഷമിച്ചു ചിലവും നമ്മൾ ഓർക്കുന്നില്ല. എങ്ങനെയാ മാഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തമ്പുരാനായിട്ട് കുറെ മായ്ച്ചു കളഞ്ഞു. ഇനി നമ്മൾ മായ്ക്കപ്പെടാത്ത വല്ലതും ഉണ്ടോ എന്ന് ഇനി നമ്മൾ വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യണം. നമ്മൾ എക്സാമിൻ ചെയ്യണമെന്ന് പറയുന്നതിന്റെ പിന്നിലെ കാരണം, സങ്കീർത്തനക്കാരനായ ദാവീദ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഭാഗമുണ്ട്, അല്ലെ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗവും അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ ദാവീദ് ഇടയ്ക്കിടയ്ക്ക് മനസ്സിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ദാവീദിന്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്, അല്ലെ? ഇടയ്ക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ചില ഇടങ്ങളിൽ പറയുന്നുണ്ട്, എന്റെ ആത്മാവിൽ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അല്ലെ? ഇങ്ങനെ ആത്മാവിനോട് പറഞ്ഞിങ്ങനെ സംസാരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലെ ആവശ്യമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും മുറിവുകൾ വരുമ്പോഴത്തേനും അല്ലെ പ്രയാസങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത് നമ്മളോട്. നമ്മൾ ആദ്യം സംസാരിച്ച്, ഞാൻ ആ ആശയമാണ് ഇനി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥനയ്ക്കിരിക്കാൻ. ആ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കളുമായിട്ട് ആ വിഷയം പങ്കുവെക്കുവാനായിട്ട് മെയിൻലി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സോട് എന്ത് പറയണം? എന്റെ ആത്മാവ് ഇനി എന്തിനാണ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അത് നമ്മളോട് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കൂടിയാണ് അടുത്ത ലെവലിലേക്ക് ദൈവം നമ്മളെ മൂവ് ചെയ്യുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ 1 സാമുവേൽ 30-ാം അധ്യായം ഒന്ന് വായിക്കുവാനായിട്ട്, 30-ാം അധ്യായത്തിന്റെ 3 മുതലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ. ഈ വാക്കും ഇന്ന് രാവിലെ ഈ വചനവും പാസ്റ്റ് ഇന്ന് വായിച്ചതാ. ഞാൻ ഇന്നിത് വിചാരിക്കുകയും ചെയ്തിരുന്നു, ഇതിനകത്തുള്ളതായിരിക്കുന്ന ഏറെക്കുറെ കാര്യങ്ങളൊക്കെ രാവിലെ പാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞ വിഷയങ്ങളാണല്ലോ എന്ന് ഞാനും വിചാരിച്ചു. എന്തായാലും നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 1 സാമുവേൽ 30-ാം അധ്യായം 3-ാം വാക്യം. അതിന്റെ പശ്ചാത്തലം എല്ലാം നമുക്കറിയാം. ഇത്രയും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു, അല്ലെ?
അവരെ പിടിച്ച അടിമകളായി പിശാച്, നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അടിമകളായിട്ട് നമ്മുടെ മക്കളുടെ ജീവിതങ്ങളും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കങ്ങ് ചിന്തിക്കാം അല്ലേ. പിടിച്ചു വലിച്ച് കൊണ്ടുപോയിരിക്കുന്നത് കണ്ടു, അടിമകളായി കൊണ്ടുപോയിരിക്കുന്നത് കണ്ടു. ഇത് കണ്ടിട്ട് അല്ലെ എല്ലാവരും കല്ലെറിയണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ഇന്ന് രാവിലെ പാസ്റ്റർ പറഞ്ഞു ആശയം, കല്ലെറിയണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ആ ഒരൊറ്റ വാക്കാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ആ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്കറിയാം സ്ട്രെങ്തൻ ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ് അല്ലെ. വേറൊരു ഭാഗത്ത് പറയുന്നത് ബട്ട് ഡേവിഡ് ഫൗണ്ട് സ്ട്രെങ്ത് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ്. എന്ത് തന്നെയായിരുന്നാലും യഹോവയിൽ ധൈര്യപ്പെടുക എന്ന് പറയുമ്പോൾ സ്ട്രെങ്തൻ ഹിംസെൽഫ്, നമ്മളെ തന്നെ നമ്മളങ്ങോട്ട് ഒന്ന് ബലപ്പെടുത്തുക. ഇതിന്റെ ആവശ്യമാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സോട് നമ്മൾ സംസാരിച്ച് നമ്മൾ അതിനെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട് ഇല്ലേ. അത് കഴിഞ്ഞിട്ട് ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഏഫോദ് കൊണ്ടുവരാനും കർത്താവിന്റെ അടുത്ത് 2 ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നുണ്ട് അല്ലെ. 2 ക്വസ്റ്റ്യൻ ചോദിച്ചെന്തോ, ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ? ഈ 2 ക്വസ്റ്റ്യൻ ആണ് ദാവീദ് ചോദിക്കുന്നത്. ഒന്നുകൂടെ വായിച്ച അവിടെ, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവിന്റെ ഉത്തരം നോക്കിക്കോണം. അവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 2 ക്വസ്റ്റ്യൻ ദാവീദ് ചോദിച്ചു അല്ലെ. അവിടെ കർത്താവ് പറയാണ്, എന്തോ പറയുന്നത്, പിന്തുടരണമോ എന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു പിന്തുടരുക. അവരെ എത്തിപ്പിടിക്കുമോ? അപ്പൊ കർത്താവ് പറയാണ്, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഒരു അഡീഷണൽ പ്രോമിസും കൂടെ കൊടുക്കുക അല്ലെ. അവിടെ ഞാൻ സകലവും വീണ്ടു കൊള്ളുവോ എന്നൊരു ക്വസ്റ്റ്യൻ ദാവീദ് ചോദിച്ചായിരുന്നോ? ദാവീദ് ചോദിച്ചില്ല. അവിടെ കർത്താവ് പറയാണ് സകലവും വീണ്ടു കൊള്ളും അല്ലെ. എന്തുകൊണ്ടാണ് ഈ സകലതും വീണ്ടു കൊള്ളും? നീ അവരെ പിന്തുടർന്നോ, നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലതും വീണ്ടു കൊള്ളും. ഇത് നമുക്കുള്ള ദൂരായിട്ട് നമ്മളങ്ങ് ഏറ്റെടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അങ്ങനെ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് ഒന്ന് യഹോവയിൽ ധൈര്യപ്പെടണം. ധൈര്യപ്പെടുക എന്ന് പറയുമ്പോൾ ചുമ്മാ നമ്മൾ എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ് 3-4 വചനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുക. പലപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, ചില വചനങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അയ്യോ ഞാൻ അതങ്ങ് പറഞ്ഞു അല്ലെങ്കിൽ ഇത് ചെയ്തു. പക്ഷെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് പോയിട്ട് നമ്മൾ ആ പ്രതിസന്ധി, ഇതുപോലെ നിൽക്കുന്ന ഒരു പ്രതിസന്ധി അല്ലെ, ജനം കല്ലെറിയാൻ ഒരു വശത്ത്, ഭാര്യയും ഇവരെല്ലാം പിടിച്ചുകൊണ്ട് പോയി അതൊരു വശത്ത്, ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു വല്ലാത്ത സിറ്റുവേഷനില് കർത്താവിൽ ധൈര്യപ്പെടുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നെ പറ്റത്തില്ല. പക്ഷേങ്കില് നമ്മൾ മനസ്സൊന്ന് സെറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് 2 ചോദ്യം ചോദിച്ചാൽ 3 ഉത്തരവായിട്ട് കർത്താവ് അവിടെ വരും. അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ റെഡി ആവത്തില്ല. ഒന്നുകിൽ നമ്മൾ പെട്ടെന്ന് ഓടിപ്പിടിച്ച് അങ്ങോട്ട് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് അവരോട് പറഞ്ഞു ഇവരോട് പറഞ്ഞു നമ്മളൊന്ന് ക്രമീകരിക്കണം. ദൈവസന്നിധിയിൽ ഒന്ന് ധൈര്യപ്പെട്ടിട്ട് നമ്മൾ കർത്താവിന്റെ അടുത്ത് ചോദിക്കണം, കർത്താവ് എന്ത് ചെയ്യണം, പിന്തുടരണമോ? കർത്താവ് അങ്ങനെ തന്നെ പറയത്തുള്ളൂ, പിന്തുടരാൻ പറയൂ അല്ലെ. നമ്മൾ ആ വിട്ടുകൊടുക്കാൻ നമുക്ക് മനസ്സില്ല. ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന ആ ഒന്നും ആ അടിമകളാക്കി കൊണ്ടുപോയിരിക്കുന്നത് കണ്ടിട്ട് ഇന്ന് വിട്ടുകൊടുത്ത് ചുമ്മാ ഇരിക്കാൻ നമുക്ക് മനസ്സില്ല. കാരണം അതിന് വേണ്ടിയിട്ടാണ് പ്രെയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന പലരും, പല മാതാപിതാക്കന്മാരും ആ വിഷയമായിട്ട് പ്രാർത്ഥിക്കുന്നവരാ. അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങളും ഉണ്ട് അല്ലെ. ആ പുത്രന്മാരെ അടിമകളാക്കി പിടിച്ചു പോയിരിക്കുന്നത് കണ്ട് യഹോവയിൽ ധൈര്യപ്പെട്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് ധൈര്യപ്പെട്ട് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അതിനെ പിന്തുടരുക, അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഈ വചനം അങ്ങ് മുറുകെ പിടിച്ച് അതിന്റെ മേലെ കൈവെച്ച് അങ്ങ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ പിന്തുടരും, ഞാൻ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലതും വീണ്ടുകൊള്ളും. ഇത് കർത്താവ് തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്തോണം, യഹോവയിൽ ധൈര്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇതേ ആശയം നമുക്ക് ഒന്ന് നോക്കിക്കേ. 1 ശമൂവേൽ 28 ഒന്ന് വന്നേ, 28-ന്റെ 5-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ജസ്റ്റ് ബാക്കില് നമുക്കൊരു കാര്യം കാണാനായിട്ട് പറ്റും. 1 ശമൂവേൽ 28-ാം അധ്യായം 5-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ശൗൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ടു ഭയപ്പെട്ടു, അവന്റെ ഹൃദയം ഏറ്റവും വിറച്ചു. ഇവിടെ നമുക്ക് ശൗലിനെ കാണാം. മേലെ നമ്മൾ കണ്ടു, ദാവീദിനെ കണ്ടു. ഈ ഒന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞു ശൗലിനെ നമുക്ക് കാണാം. ശൗല് സൈന്യത്തെ കണ്ടു ഭയപ്പെട്ടു, അവന്റെ ഹൃദയം വിറച്ചു. അവനും യഹോവയോട് എന്ത് ചോദിച്ചു? അരുളപ്പാട് ചോദിച്ചു. ശൗലും ചോദിച്ചാൽ യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഉറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അരുളിയില്ല. ദൈവം ഒരു വഴിക്കും ഉത്തരം കൊടുത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു മനസ്സ് യഹോവയിൽ ഒന്ന് ധൈര്യപ്പെട്ടാൽ കർത്താവിന്റെ ഉത്തരം വരും. നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ധൈര്യപ്പെടുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ 1 ദിനവൃത്താന്തം 28-ന്റെ 20 വരുമ്പോൾ ദാവീദ് ശലോമോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്.
അവിടെ 1 ദിനവൃത്താന്തം 28-20 ഇങ്ങനെ പറയുന്നു, പിന്നെയും ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബലപ്പെട്ട് ധൈര്യം കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. യഹോവയായ ദൈവം, എന്റെ ദൈവം തന്നെ നിന്നോട് കൂടെയുണ്ട്. യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ വചനം എല്ലാം നമ്മൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ഒരു കാര്യം ഞാൻ ഇന്ന് നിങ്ങളെ ആത്മാവില് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നോക്കണം, നമ്മുടെ ധൈര്യത്തെ ഇന്നൊന്ന് അനലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മുടെ മറുപടി ലേറ്റ് ആവണമെന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മൾ ആ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട്, അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അബ്രഹാമിന്റെ വിശ്വാസം എത്ര ഉണ്ടെന്ന് ദൈവം നോക്കി, ആ വിശ്വാസത്തിൽ ഉറച്ചു. ആ ദൈവം തന്റെ ശരീരത്തില് നിർജീവത്വം വ്യാപരിച്ചു, സാറയുടെ ജീവിതത്തിൽ നിർജീവത്വം വ്യാപരിച്ചു. പക്ഷെങ്കിലും ഇതിന്റെ മേലും ജീവൻ വെപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം ഉറച്ചു. ആ ഉറപ്പിലാണ് ദൈവപ്രവൃത്തി അവിടെ നടക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് വ്യാപരിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് ആവർത്തന പുസ്തകം 31:6 വരുമ്പോൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്, ബലവും ധൈര്യമുള്ളവരായിരിക്കും, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. ഈ ഒരു ഭാഗം എത്ര ഭാഗങ്ങളിൽ ഈ ഒരു ആശയം കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് കാണാം. യുദ്ധത്തിന് പോവാ അല്ലെ, നമ്മൾ അതിനെ പിടിക്കാൻ പോവാ, നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോയിട്ടായിരിക്കുന്ന ചിലതിനെ തിരിച്ച് അത് പിടിക്കുവാൻ, നമ്മുടെ നന്മയെ അവകാശമാക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം? ബലവും ധൈര്യമുള്ളവരായിട്ടിരിക്കണം. ഒരു കാരണവശാലും പേടിക്കരുത്. കാരണം സിറ്റുവേഷൻസ് പലത് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഭയം വരും, അയ്യോ ഇനി ഇതിങ്ങനെ സംഭവിക്കുമോ? കാരണം എന്താ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ നിന്ന് മാറി കാര്യങ്ങൾ വരും. അത് ഓർത്തോളണം. ദൈവം അനുവദിച്ചിട്ട് മാത്രം, നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. നമ്മളെ ദൈവം വീണ്ടും ചില കാര്യങ്ങൾ ദൈവം ടെസ്റ്റ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അവസാന നിമിഷം വരെയും നമ്മുടെ വിശ്വാസം ഒന്ന് അളക്കേണ്ടതിന് അല്ലെ, ദൈവം നമ്മളെ ചില ടെസ്റ്റുകളിലൂടെ നമ്മളെ ദൈവം കടത്തിവിടും. അന്നേരം നമ്മൾ എന്ത് ചെയ്യരുത്? ബലവും ധൈര്യമുള്ളവരായിട്ട് ഇരുന്നോണം. പേടിക്കുകയും ചെയ്യരുത്, ഭ്രമിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് വിഷയങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ മറുപടി നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നുന്ന നിലവാരത്തിൽ, ഇപ്പൊ നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർക്കോ ഭർത്താക്കന്മാർക്കോ ആർക്കെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മൾ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നുക, പ്രാർത്ഥിക്കും തോറും കുറെ കൂടെ കാര്യങ്ങൾ മോശമായിട്ട് പോവാന്ന് നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നും. എന്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പ്രാർത്ഥിക്കും തോറും എന്റെ ഭർത്താവ് ഇങ്ങനെയെന്ന് പല പ്രാവശ്യം തോന്നും മനസ്സിൽ, ഇതെന്തോ ഇങ്ങനെ വീണ്ടും വീഴുന്നു. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോണം, ദൈവനാമ മഹത്വത്തിനായിട്ട്, അതിലും കർത്താവിന്റെ നാമം മഹത്വപ്പെടും. നമ്മൾ എന്ത് ചെയ്തോണം? ഒറ്റ കാരണവശാലും നമ്മുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. ആരോടൊന്നും എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു ഈ ഒരു വാക്കിൽ തന്നെ നിന്ന് സംസാരിക്കാൻ. പേടിക്കരുത്, ഭ്രമിക്കരുത്, ദൈവം നിന്നെ കൈവിടത്തില്ലെന്നും ദൈവം ഉപേക്ഷിക്കില്ലെന്നും യോശുവോട് ദൈവം ഇങ്ങനെ പറഞ്ഞു. നീ ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാനാണ് ദൈവം യോശുവോട് പറഞ്ഞത്. അവിടെ ഒരു കാര്യം കൂടെ കർത്താവ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്, ശങ്കിക്കരുതെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിന് പോയി കഴിയുമ്പോൾ, യുദ്ധത്തിന് എതിരെ വരുന്ന സൈന്യത്തെ കാണുമ്പോൾ, അതല്ലെങ്കിൽ ആ എതിരെ നിൽക്കുന്നതായിരിക്കുന്ന ആ പൈശാചിക ശക്തിയുടെ മുമ്പിന് അവന്റെ കോപ്രായം കാണുമ്പോൾ ചില സമയത്ത് നമുക്കൊരു ശങ്ക തോന്നി, ഇവര് ജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവര് മടങ്ങി വരുമോ, അല്ലെങ്കിൽ ഇന്നതുപോലെ സംഭവിക്കുമോ, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരമാകുമോ? അവിടെ കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ ദൈവ കർത്താവ് എന്താ പറഞ്ഞത്? ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. യോശുവയോട് പല പ്രാവശ്യം ദൈവം പറഞ്ഞാലേ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാനാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് യോശുവയോട് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രാവും പകലും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. കാരണം കർത്താവ് നീ പോകുന്നതൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ഈ വചനങ്ങൾ എപ്പോഴത്തെ എടുത്ത് നോക്കിയാലും പ്രിയമുള്ളവർ, ഇത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ദിവസങ്ങൾ നമ്മുടെ മനസ്സിനെ, ആ മനസ്സിന്റെ ഉള്ളത്തിൽ എപ്പോഴെങ്കിലും പിശാച് ചില കോട്ടകൾ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ അധൈര്യത്തിന്റെ കോട്ടയുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതിനെ ഇടിച്ചു കളയണം. ഇടിച്ചു കളഞ്ഞിട്ട് കർത്താവിൽ ഒന്നും കൂടെ ധൈര്യപ്പെട്ടോണം. യഹോശാഫാത്തിന്റെ ജീവിതത്തിലേക്ക് വന്നേ. 2 ക്രോണിക്കൽസ് 20-ാം അധ്യായത്തിൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും വായിക്കുന്ന ഭാഗങ്ങൾ. അവിടെ യഹോശാഫാത്ത്, ഒറ്റ വാക്കേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ ആ സ്തുതിച്ച് മാത്രം ജയം ഏറ്റെടുത്തതായിരിക്കുന്ന ഒരു രാജാവാണ്. നമുക്കറിയാമല്ലോ, കഥയെല്ലാം നമുക്കറിയാം. അവിടെ യഹോശാഫാത്ത് ഒറ്റ കാര്യം ചെയ്തുള്ളൂ. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ദാവീദ് ചെയ്തതുപോലെ ചെയ്തു. ദാവീദ് എന്തായിരുന്നു ചെയ്തേ? ഡേവിഡ് സ്ട്രെങ്തൻ ഹിംസെൽഫ്, തന്നെ ഒന്ന് ധൈര്യപ്പെടുത്തി. ആദ്യം യഹോശാഫാത്തും എന്താ ചെയ്തേ? അവിടെ ഇത് തന്നെയാ പറഞ്ഞേക്കുന്നത്, ഹി സെറ്റ് ഹിംസെൽഫ് അല്ലെ. യഹോശാഫാത്ത് തന്നെ
ദൈവസന്നിധിയിൽ ഒന്ന് കൊടുത്തു, യഹോവയെ അന്വേഷിക്കാനായിട്ട് താല്പര്യപ്പെട്ടു. അതുപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, അല്ലെ. അത് കഴിഞ്ഞിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാ. നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന യുദ്ധം ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് ദൈവമക്കളെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നതെങ്കിൽ, അല്ലെ, അതിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് വിശ്വസിച്ചോളാം, യുദ്ധം നമ്മുടേതല്ല, നമ്മുടെ ദൈവത്തിൻ്റെതാ. കാരണം ആത്മാവിനെ നേടുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി എത്രയോ വലുതായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു ലോകത്തുള്ള ഈ മുഴു ലോകത്തിനേക്കാളും വിലയേറിയതായിട്ട് കാണുന്ന ഒരാത്മാവിന് അത്രത്തോളം വില കർത്താവ് ഇടുന്നുണ്ടെങ്കിൽ ആ യുദ്ധം ദൈവം തന്നെ നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഉത്തരമരുളുവെന്ന് വ്യക്തമായിരിക്കുന്ന ദൈവാലോചന ഇനി ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഓരോരുത്തരെയും ആ വിഷയത്തിനകത്ത് സഹായിക്കട്ടെ. അവിടെയും കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പറയുന്ന ഒരു കാര്യം, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമും ആയുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. അല്ലെ, അവിടെ നിൽക്കണം, സ്ഥിരമായിട്ട് നിൽക്കണം. ഈ രക്ഷ കാണണമെങ്കിൽ എന്ത് ചെയ്തോണം? സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ഈ ഭയം കൊണ്ടും ഭ്രമം കൊണ്ടും നടക്കുമെന്നുള്ള ശങ്ക കൊണ്ടും ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, ഒരു കാര്യവും നടക്കത്തില്ല. ശൗലിന് ഒരു ഉത്തരവും കിട്ടിയില്ല. ഭയപ്പെട്ടു എന്നുള്ള ശരിയാ, എല്ലാം ചെയ്തു എന്നുള്ള ശരിയാ. പക്ഷെ വേണ്ടുന്നത് പോലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാതെ, സ്വയമായിട്ടൊന്ന് സെറ്റ് ചെയ്യാതെ, ദൈവം ശക്തനെന്ന് ഉറയ്ക്കാതെ, അല്ലെ, ആ ഒരു ഉറപ്പ് വ്യാപരിച്ചുകൊണ്ട് വേണം നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തിടുവാൻ. കാരണം എന്താ, വചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, സകല ആയുധങ്ങളെയും ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വചനം പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്, ദൈവം നമുക്ക് തന്നത് ശക്തിയുടെ ആത്മാവിനെ, സ്നേഹത്തിന്റെ ആത്മാവിനെ, സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നേക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നാം യുദ്ധം ചെയ്യുമ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു ശങ്ക കൂടാതെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയെ ഘോഷിപ്പാൻ ദൈവം നിങ്ങളുടെയും എന്റെ നാവിന് ദൈവം ശക്തീകരിക്കും. വലിയ ടെസ്റ്റിമണീസ് ദൈവം തരും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. നമ്മൾ ആ വിശ്വസ്തത മാത്രം നോക്കിയാൽ മതി. വാക്ക് പറഞ്ഞാൽ ദൈവം അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല, ഇങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. നമ്മുടെ വാക്കുകൾക്കല്ലേ മാറ്റമുള്ളൂ. കർത്താവിന്റെ വാക്കുകൾക്ക് ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് ദൈവം അതുപോലെ തന്നെ ദൈവം ചെയ്യും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. കാരണം ഈ മനസ്സ് വന്നപ്പോ അറിയേണ്ടതായിരിക്കുന്ന ഒരു വാക്യം കൂടി ഞാൻ ഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നതിലാണ് ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെ, ഇങ്ങനെ സംഭവിച്ച മനുഷ്യന്റെ സ്ഥിതി കർത്താവ് പറയുന്നത് മുമ്പിലത്തേതിനേക്കാളും വല്ലാതാകും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു മുന്നവേ ഈ വാക്യം പറയാനുള്ള എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കോട്ട ഇന്ന് ഇടിയപ്പെടും. ഒരു കോട്ടയല്ല, പല കോട്ടകൾ ഇടിയാനുണ്ടെങ്കിൽ ഇതത് ഇടിയപ്പെടും. ഉറപ്പ് ദൈവമക്കൾ വിശ്വസിക്കുക. എന്ന് എവിടെയാണോ വചനത്തിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇന്ന് കർത്താവ് റെഡി അത് ഇടിക്കുവാൻ. ആത്മാവിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയുക, പരിശുദ്ധാത്മാവ് തന്ന ഉറപ്പോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വചനം പറയുക. ഇന്ന് നമ്മൾ ഈ കോട്ടകളെ അനലൈസ് ചെയ്ത് ഏത് കോട്ടയാണ് കർത്താവ് ഇടിക്കേണ്ടതെന്ന് ഇന്ന് നമ്മൾ എഴുതി വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മനസ്സിൽ സംഗ്രഹിച്ച് ആ കോട്ടകളെ ഇടിക്കുവാൻ റെഡിയായി നമ്മൾ അതിനെ ഇടിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്കിന് കൃപ തരും. ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഇടിക്കാൻ മാത്രം മതി. അത് അവന്റെ ഒരൊറ്റ കോട്ടയ്ക്ക് അവിടെ സ്ഥാനമില്ല, എല്ലാം ഒഴിഞ്ഞു മാറും. അവനൊരു പ്ലേസും കിട്ടത്തില്ല. നമ്മുടെ ഒരു മേഖല പോലും പിശാചിന് ഇരിക്കാൻ നമ്മൾ അനുവദിക്കാത്തതുപോലെ എല്ലാം ഉടച്ചു കളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ പിശാച് ഇറങ്ങിപ്പോയിട്ട് വീണ്ടും പറയാൻ ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചില്ല, അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. ഇന്ന് ഈ കോട്ടകൾ നമ്മൾ ഇടിച്ചു കഴിഞ്ഞ് അതിന് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചിടരുത്. ഇന്നിപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പൊ അനുസരണക്കേടിന്റെ ഒരു കോട്ടയാണ് ഇടിച്ചു കളയണമെങ്കിൽ അനുസരണത്തിന്റെ ആത്മാവിനെ നമ്മൾ അവിടെ വെച്ചോളണം, അല്ലെ, അവിടെ ഒഴിച്ചിടരുത്. ഒഴിച്ചിട്ട് എന്ത് സംഭവിക്കും? ഇതിന് വളരെ ഈസി ആയിട്ട് കയറി വരാൻ പറ്റും. കാരണം എന്നാ, ഒരു കാലത്ത് പണിത് പൊക്കി, അല്ലെ, ഇടയ്ക്കിടയ്ക്കെങ്കിലുമൊക്കെ ഈ അനുസരണക്കേട് കാണിപ്പിച്ച് അവൻ ഒന്ന് പൊക്കി ഒരു കോട്ട അവൻ പണിത് വെച്ചിട്ട് അതിന്റെ ഉള്ളില് സംഭവം ഉണ്ട്.
മനസ്സിലായില്ലേ? അവനവിടെ വളരെ രഹസ്യമായിട്ട് ആ സ്വഭാവം, അതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ക്യാരക്ടറിലേക്ക് നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. നമ്മൾ ദൈവത്തിലേക്ക് അടുത്തടുത്തടുത്ത് പോരണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഇതിനെ നമ്മൾ പൊളിച്ചു കളയാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഉയരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് ഞാനൊരു ഏകദേശം ഒരു 40ഓളം കോട്ടകൾ അല്ലെ, 40ഓളം ഏകദേശം നിങ്ങൾ എഴുതിയെടുത്ത് എടുക്കൂ, മനസ്സിൽ സംഗ്രഹിക്കണം എന്നുള്ളവർ അങ്ങനെ ചെയ്ത പൊക്കോ. ഞാൻ കാരണം ഇച്ചിരി വേഗത്തിൽ പറഞ്ഞു വിടും, ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇന്ന് എൻ്റെ ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇനി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെയാണ്, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മനസ്സിലേക്ക് വേറെ വരുന്നെങ്കിൽ അതും അഡപ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ബ്രെയിനിലേക്ക് വന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അഡീഷണൽ കിട്ടുന്നവർ ഇനി ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു നിർബന്ധവും ഇല്ല, ഉള്ളതുണ്ടെങ്കിൽ ഇടിച്ചു കളയുക, അത്രയേ ഉള്ളൂ. ആ ഒരു ആശയം മാത്രമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അല്പസമയം എടുത്തിട്ടായാലും നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ 40 പോയിന്റ്സും ദൈവമക്കളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് അവിശ്വാസത്തിന്റെ കോട്ട, അത് ഞാൻ പറയേണ്ട കാര്യമില്ല, എന്താണെന്നൊക്കെ നമുക്ക് നല്ലതായിട്ട് അറിയാം. അധൈര്യത്തിന്റെ കോട്ട, ആ ധൈര്യത്തിന്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത് ഭയത്തിന്റെ കോട്ട. നാലാമത് നിരാശയുടെ കോട്ട, ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഫലം കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് എവിടെയെങ്കിലും കയറി കൊണ്ടുവന്നിടും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോട്ട പഴയത് കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ ഇച്ചിരി അത് ഇങ്ങനെ കയറി വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോണം, ആ കോട്ട ഉണ്ടെങ്കിൽ അതിനെ ഇപ്പൊ തന്നെ ആത്മാവിൽ അങ്ങ് പ്ലാൻ ചെയ്ത് വെച്ചോ. ഇരിക്കുന്നത് പിന്നെ നന്നായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷ പാസ്റ്റർ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചും പ്രൈസ് ആൻഡ് വർഷിപ്പിൽ ഇതെല്ലാം കൂടി കെട്ടും അഴിക്കും ഒക്കെ ചെയ്ത് വേണം ഇതിന് ഇടിച്ചു കളയാൻ. ഇപ്പൊ നമ്മളങ്ങ് പ്ലാൻ ചെയ്തോ എന്തൊക്കെ വേണമെന്നുള്ളത്. പിന്നീട് അസ്വസ്ഥപ്പെടുത്തുന്ന കോട്ട, മിക്കവാറും നമ്മുടെ മനസ്സിലേക്ക് ചുമ്മാ അസ്വസ്ഥതകൾ ഇട്ട് കൊണ്ടുവരും. ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, എന്താ അസ്വസ്ഥത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇട്ട് അത് വരും. അപകർഷതാബോധം, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത. എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്റെ ശബ്ദം അത്ര പോരാ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ലാംഗ്വേജ് അത്ര പോരാ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചയിൽ അത്ര പോരാ, ഇങ്ങനെ പല രീതിയിൽ ഉള്ളതായിരിക്കുന്ന അപകർഷതാബോധം നമ്മളിൽ ബിൽഡപ്പ് ചെയ്ത് ഒരു വലിയ കോട്ട ഉണ്ടാക്കി വെക്കും പിശാച്. കൊള്ളത്തില്ലെന്നുള്ളതായിരിക്കുന്ന ഒരു കോട്ട. അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു എന്നുള്ളതായിരിക്കുന്ന ദൈവവചനം പറയുമ്പോൾ ആ കോട്ട അങ്ങോട്ട് ഇടിയപ്പെടും. നിങ്ങളിത് ഓരോന്ന് പറയുമ്പോഴും നോക്കിക്കോ, എല്ലാത്തിനകത്തും വചനം ദൈവം അപ്പാപ്പ നിങ്ങൾക്ക് തരും. ഞാൻ ഈ സമയക്കുറവ് കൊണ്ട് എല്ലാത്തിനകത്തും വചനം ഒന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്തില്ല, പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കാരണം ഞാൻ പറഞ്ഞല്ലോ, വചനം നല്ലതായിട്ട് അറിയാവുന്ന ദൈവമക്കളെ എന്നെ കേൾക്കുന്നതെന്ന്. ഏഴാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റപ്പെടുത്തലിന്റെ കോട്ട, അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ കൂടെ സംഭവിക്കും. ചിലപ്പോൾ നമ്മളെല്ലാരും കൂടി ഒറ്റപ്പെടുത്തും, ഓക്കെ, അതൊന്ന്. 2 എന്ന് പറയുന്നത് നമ്മൾ തന്നെ അങ്ങ് ഒറ്റപ്പെട്ട് ഞാൻ വലിയടത്തും കൂടി അങ്ങ് ഇരുന്നോളാം, ഞാൻ ആരുടെ അടുത്തേക്ക് ഞാനൊരു ശല്യത്തിന് വരുന്നില്ല. ഒരു പ്രായമായിട്ട് കഴിയുമ്പോൾ ഒക്കെ അമ്മച്ചിമാരും അപ്പച്ചമാരും ഒക്കെ പറയുന്നതായിരിക്കുന്ന ഒരു അവർക്കങ്ങ് ചിലര് മക്കളായിട്ട് ഒറ്റപ്പെടുന്നവരുണ്ട്. ചിലപ്പോ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ സ്വയമായിട്ട് അങ്ങോട്ട് ഒറ്റപ്പെടും. കാരണം രക്തത്തിൽ നിന്ന് രക്തവും, അല്ലെ, അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും, ഇങ്ങനെയൊക്കെയെന്ന് വചനം പറയുമ്പോഴത്തേനും നമ്മൾ ഒരേ പാനപാത്രത്തിന്റെ ഓഹരിക്കാരാ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ബന്ധങ്ങളിൽ നമ്മൾ മിങ്കിൾ ചെയ്ത് നിൽക്കേണ്ടതായിരിക്കുന്ന റിലേഷൻഷിപ്പിലും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് ദൈവഹിതമല്ല. അത് എപ്പോഴും ഓർക്കണം. ഞാൻ എവിടെയെങ്കിലും പോയി ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ഇരുന്നോളാം, ആ ഒരു ചിന്ത അതൊരു കോട്ടയാണ്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാമെന്നുള്ള ചിന്ത, ആർക്കും എന്നെ വേണ്ട, അല്ലേ, അത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോണം, ആ കോട്ട ഇന്ന് നമ്മൾ ഇടിച്ചു കളയണം. 8ാമത്തെ കാര്യം ദ്രവ്യാഗ്രഹത്തിന്റെ കോട്ട, ആഡംബര ജീവിതം, അല്ലെ, അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് ചിന്തിക്കുന്നതായിരിക്കുന്ന ഒരു മനോഭാവം. എല്ലാം ഉണ്ടായാലും എല്ലാം ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് മനുഷ്യന് പണം ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ ചിന്ത മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വിഷാദിച്ചു വരും. ആ ചിന്ത ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ കോട്ടകളെ നമ്മൾ ഇടിക്കണം. പിന്നെ 9ാമത്തെ പോയിന്റ്, കഷ്ടത അല്ലെങ്കിൽ ബാലശിക്ഷ ദൈവം തരുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് മനസ്സില്ല. ചില സമയത്ത് നമ്മൾ പറയും, എന്തുവാ പറയുന്നത്, ഈ കഷ്ടത വരുമ്പോൾ അവിടെ പിശാചിനെ ഇട്ട് നമ്മൾ ശാസിച്ച് വെട്ടി നുറുക്കി കൊല്ലാൻ നോക്കും. ബാലശിക്ഷ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് പറയും, അത് പിശാചിന്റെ, എല്ലാ ക്രെഡിറ്റും പിശാചിന് കൊടുക്കും. പക്ഷെ ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നു, അല്ലെ, കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത്, അല്ലെ. കഷ്ടത വന്നു കഴിയുമ്പോഴും അല്ലെങ്കിൽ ചില ബാലശിക്ഷ ദൈവം അതിലൂടെ നമ്മൾ കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്, അല്ലെ, ദൈവം അനുവദിക്കാതെ ഒന്നും വന്നിട്ടില്ല. ഇതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അത് അംഗീകരിക്കണം. ഇയ്യോബ് പറഞ്ഞ പോലെ, അല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ അത് അംഗീകരിക്കണം നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് ഇത് എന്റെ ജീവിതത്തിൽ ഒരു പാഠം പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്നെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാൻ, ഒരു ലെവലിലേക്ക് എന്നെ കയറ്റുവാൻ ദൈവം അനുവദിച്ചതാണ് ഈ കഷ്ടത അല്ലെങ്കിൽ ഈ ബാലശിക്ഷ എന്ന് ഞാൻ അംഗീകരിക്കണം.
പക്ഷെ ഈ പിശാച് ബിൽഡപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തുവാണെന്നറിയാവോ? ഇത് അംഗീകരിക്കരുത് അല്ലെ? അത് അംഗീകരിക്കാതെ ആ വേറൊരു ലെവലിലേക്ക് നമ്മളെ അതിനകത്തുള്ള പിറുപിറുപ്പ് ഇതുമെല്ലാം ഇട്ട് നമ്മളെ മാറ്റിച്ച് കളയുന്നതായിരിക്കുന്ന ഒരു കോട്ടയാണ് പൈശാചിക കോട്ട. അതിനെ നമ്മൾ ഉണ്ടെങ്കിൽ അതിനെ ഇടിച്ചു കളയണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് 10ാമത്തെ പോയിന്റാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്വന്തമായി പ്രതികാരം ചെയ്യാനുള്ള ഒരു തോന്നൽ പിശാച് കൊണ്ടുവരും. ഇത് എപ്പോഴാണെന്നറിയാവോ? നമ്മൾ പ്രേ ചെയ്യുന്നതായിരിക്കും, അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിനകത്ത് മറുപടി നമുക്ക് കിട്ടുന്നില്ല. മറുപടി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ബിൽഡപ്പ് ചെയ്ത്, പ്രത്യേകിച്ച് നമ്മളെ മക്കളുടെ കാര്യങ്ങളൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം അവരുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ആയിട്ട് ഒരു ടെൻഡൻസി ഉണ്ട് പേരൻസിന്. ഞാനിങ്ങനെ പലരും സംസാരിക്കുന്ന കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയണേ, നേരെ പോയിട്ട് എന്ത് ചെയ്യും? അവരുടെ ഫ്രണ്ട്സ്, ഇപ്പൊ മക്കളെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ഉള്ളവരൊക്കെ ആയിട്ട് നേരെ കയറിപ്പോയി എന്ന് ഇരിക്കാൻ നോക്കും അല്ലെ? പ്രാർത്ഥിച്ച് മറുപടി കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ പ്രശ്നങ്ങളെ സ്വയമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടെ നമ്മൾ പോലും അറിയാതെ അത് എങ്ങനെയെങ്കിലും, ഇപ്പൊ ഒരാൾ നമ്മുടെ മക്കൾ തെറ്റിപ്പോയ നമ്മൾ ചിലപ്പം അടുത്തിരിക്കുന്നവരെ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെ കുറ്റം പറയും അല്ലെ? അവൻ കൊള്ളരുതാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവൻ ആദ്യം ഇവരെ കൊണ്ടുപോയി അങ്ങനെ കളഞ്ഞത്. എന്തുകൊണ്ട് നമ്മുടെ മകൻ പോയി? അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ്. ഇന്ന് രാവിലെ ഒരു 11:30 മണിക്ക് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുക, എനിക്കിതൊന്ന് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. കർത്താവെ, ഞങ്ങളുടെ എന്തെങ്കിലും കുറവാണോ ഞങ്ങളുടെ മക്കള് ഇങ്ങനെ പോകുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അങ്ങനെ വിധേയപ്പെടണം ദൈവസന്നിധിയിൽ. കർത്താവെ, എന്റെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ? ഞാൻ അമ്മച്ചി ഓർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവിടെ ഇരുന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? അത് നമ്മൾ എപ്പോഴും അല്ലാതെ സ്വന്തമായിട്ട് നമ്മളൊന്ന് പ്രതികാരം ചെയ്യാനോ ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നും നമ്മൾ പോവണ്ട. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദുഷ്ടൻ എങ്ങനെ ഓടിപ്പോണേ? നമ്മൾ ഓടിക്കാതെ ഓടിക്കൊള്ളും. നമ്മൾ ഒന്നും ചെയ്യണ്ട. അത് കർത്താവിന്റെ വാക്കാണെങ്കിൽ ദൈവം അത് ചെയ്തോളും അല്ലെ? നമ്മുടെ അവകാശത്തിന്റെ മേല് ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കാനായിട്ട് കർത്താവ് അനുവദിക്കത്തില്ല. നീതിമാന്റെ അവകാശം എന്ന് പറയുന്നത് മക്കളാ. ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ലെങ്കിൽ നമ്മൾ ആ വചനത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ധൈര്യപ്പെട്ടോണം അല്ലെ? വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദുഷ്ടന്റെ കയ്യിലെ ആ ചെങ്കോലും വടിയും അത് ദൈവം ഓടിച്ചു കളയും അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റക്കാര്യം ഓർത്തോണം, എത്ര വലിയ ശക്തിയാണ് ഒതുക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ മക്കളെ പിടികൂടി വെച്ചിരിക്കുന്നതെങ്കിലും അതിന്റെ മേലെല്ലാം ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. ദൈവം അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും സ്വന്തമായിട്ട് നമ്മളൊരു ആക്ഷനും എടുക്കരുത്. ഇതിലേക്ക് നമ്മളെ മൂവ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ആ തോട്ട്സ് ഇട്ട് തരുന്നത് അത് ഈ പൈശാചിക ശക്തികൾ നമ്മൾ മറന്നു പോകരുത്. പിന്നെ 11ാമത്തെ പോയിന്റ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അക്ഷമ. നമുക്ക് ക്ഷമയില്ല, ഇംപേഷ്യൻസ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ ഭാഗമാണ് സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെപ്പ് വെക്കാനായിട്ട് തുടങ്ങും. 12ാമത്തെ പോയിന്റ്, ഞാൻ എന്ന ഭാവം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, പഴയ നമ്മൾ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഇപ്പൊ ഇവിടെ ഈ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്നുള്ള ഭാവം, നമ്മൾ താഴ്മയില്ലാതെ നമ്മുടേതായിരിക്കുന്ന രീതിയിൽ നമുക്കറിയാലോ, ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 13ാമത്തെ കാര്യം, മനുഷ്യരുടെ മുമ്പിൽ ഉയരാനായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെ? മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം. അത് പിശാചിന്റെ കോട്ടയാണ്. അതവിടെ നാളുകൾ മുന്നേ ഒരു മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് എന്ത് ചെയ്തോണം? ഒന്ന് ശോധന ചെയ്തിട്ട് അങ്ങനെ ഒരു ആഗ്രഹം എവിടെയെങ്കിലും കൊതി ഉണ്ടെങ്കിൽ അങ്ങ് ഇടിച്ചോണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇടിച്ചാൽ മാത്രമേ, താന്നാ മാത്രമേ എന്ത് പറ്റുള്ളൂ? ദൈവത്തിന്റെ കൃപ നമുക്ക് ദൈവം തരത്തുള്ളൂ. കാരണം താനിരിക്കുന്നവനെ കൃപ കിട്ടുള്ളൂ. കൃപയുണ്ടെങ്കിലേ പാപങ്ങളുടെ മേലെ നമുക്ക് ആ വിക്ടറി കിട്ടത്തുള്ളൂ. റോമാലേഖന 6ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അതിന്റെ മേലെ നമുക്കൊരു ജയവും കൂടെ വേണമെങ്കിൽ ഈ കൃപ വേണം. കൃപയില്ലാതെ നമുക്കൊന്നും കിട്ടത്തില്ല. കൃപ വേണമെങ്കിലോ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്നു കൊള്ളണം. 14ാമത്തെ പോയിന്റ്, നമുക്കിടെ വിധിക്കുന്ന ഒരു സ്വഭാവം. തൊട്ടേനും പിടിച്ചേനും എല്ലാം നമ്മൾ ചോദ്യം ചെയ്യും അല്ലെ? ആ ചോദ്യം ചെയ്യുന്നത് തെറ്റൊന്നുമല്ല, അല്ലെങ്കിൽ മക്കളോട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം, തെറ്റല്ല. പക്ഷേ ആ ചെയ്യുന്ന രീതിയിൽ അല്ലെ, ആ വേണ്ടുന്നത് പോലെ വിവേകത്തോടെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 15ാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരോടും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റാത്ത വിധം അല്ലെ, എപ്പോഴും ഇറിറ്റേഷൻ ഉള്ളൊരു മൈൻഡ് പിശാചിട്ട് വരും. അതൊരു കോട്ടയാണ്. എപ്പോഴും ഇങ്ങനെ ഇറിറ്റേഷൻ മനസ്സിൽ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി അത് കൂടെ പാസ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇറിറ്റേഷൻസ് വേഗം നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പക്ഷെ ഇതിനെ ശാസിച്ച് ഇതൊക്കെ പോയതായിരിക്കും. പക്ഷെ സ്റ്റില് അവിടെ എംപ്റ്റി ആയിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ മേഖലകളിലേക്ക് എന്ത് ചെയ്തോണം? എല്ലാവരോടും സന്തോഷമായിട്ട് ഇരിക്കാൻ, എപ്പോഴും സന്തോഷിക്കുന്നു പറഞ്ഞ കർത്താവിന്റെ ആ വചനം ഇട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? അവിടെ അങ്ങോട്ട് ഫില്ലാവും. ആ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. ആ കർത്താവിനെ കൊണ്ട് എന്ത് ചെയ്തോണം? ആ ഭാഗം അങ്ങോട്ട് നിറച്ചോണം. ഇങ്ങനെ വചനങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ആശങ്ക, ആങ്സൈറ്റി,
അല്ലേ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വേവലാതിപ്പെടുക അല്ലെ, എന്ത് സംഭവിക്കും എന്നുള്ളതായിരിക്കുന്ന. ഞാൻ ഓർക്കുന്നുണ്ട് പ്രെയർ ലൈനിന്റെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞ സമയത്ത് ഫിലിപ്പി ലേഖനം 4:6 എടുത്തുകൊണ്ട് പറഞ്ഞത് ഞാനിപ്പോഴും കുറെ നാളുകൾക്ക് മുന്നേ, എനിക്ക് തോന്നുന്നത് 2-3 മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യം വചനം കൊണ്ട് ദൈവം അങ്ങോട്ട് ഉറപ്പിച്ചു അല്ലേ. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, കറക്റ്റാ, ദൈവം ആദ്യം കടപ്പാരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്ന വിഷയം. അതിന്റെ മേലെ ദൈവം ആദ്യം നേരെ പരിഹാരം കൊടുക്കുകയല്ലേ ചെയ്ത്. ആദ്യം ദൈവം വചനം കൊടുത്തു, മനസ്സിനെ ഉറപ്പിച്ചിട്ടാ ബാക്കി ദൈവപ്രവൃത്തി ദൈവം അവിടെ തുടങ്ങിയത് എന്ന് പറഞ്ഞതുപോലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? വചനം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ഉറച്ചോണം. ആശങ്കപ്പെടരുത് അല്ലെങ്കിൽ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേവലാതിപ്പെടാതിരിക്കുക അല്ലെ. എന്നിട്ട് വേവലാതിപ്പെട്ടുകൊണ്ട് പിന്നെ ചെയ്യരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ട് ചെയ്തിട്ട് പിന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും അത് ക്രമത്തിലാക്കുവാൻ വേണ്ടി കർത്താവ് അടുത്ത ചില ടെസ്റ്റുകളും കൂടെ തരും. അതുകൊണ്ട് നമ്മൾ വചനം അനുസരിച്ച് അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. 17ാമത്തെ പോയിന്റ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന അച്ചടക്കമില്ലായ്മ, ഡിസിപ്ലിൻ അല്ലെ. അത് നമ്മുടെ സ്പിരിച്വൽ മേഖലയിലാണെങ്കിലും നമ്മുടെ വീടിനോടുള്ള ബന്ധത്തിലൊക്കെ ആണെങ്കിലും ചില അച്ചടക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ശീലിച്ചു പോകുന്ന ചില അച്ചടക്കമില്ലായ്മയുടെ കോട്ടകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പം മുതലേ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഒരു ഡിസിപ്ലിൻ, എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ അല്ലെ. നമ്മൾ ദൈവ മക്കളായി കഴിയുമ്പോഴത്തേനും അത് നമ്മുടെ സ്പിരിച്വൽ മേഖലയിലായാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലായാലും എല്ലാത്തിലും നമ്മൾ ഒരു അച്ചടക്കം ഉള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അസൂയയുടെ കോട്ട, അത് പിന്നെ ഞാൻ പറയണ്ടല്ലോ, അത് നമ്മൾ ഇടിക്കേണ്ടതാണെങ്കിൽ അതിനെ ഇടിച്ചു കളയണം. പിന്നെ എപ്പോഴും കലഹിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെ. അതിന് മുന്നിൽ ഞാൻ അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞു, പക്ഷെ ഈ കലഹം എന്നുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരു കലഹം അല്ലെ, നിസാര കാര്യം പറഞ്ഞാൽ മതി പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കലഹം എന്നുള്ളതായിരിക്കുന്ന ഒരു മനസ്സിൽ അങ്ങോട്ട് കയറി കിടക്കുക അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് വെക്കും തോറും ഒന്ന് പറയുമ്പോൾ ഒന്നോടെ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ചില അവസ്ഥകളിലേക്ക് മിണ്ടാതിരിക്കത്തില്ല നമുക്ക് എപ്പോഴും തിരിച്ച് റിയാക്ട് ചെയ്യണം. അന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ ആ പാമ്പിനെ എറിയുന്ന കാര്യം പറഞ്ഞതുപോലെ ഇരിക്കും അല്ലെ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാനുള്ളതായിരിക്കുന്ന ഒരു ടെൻഡൻസി അതിങ്ങനെ കിടക്കും. ആ കോട്ടകൾ ഉണ്ടെങ്കിൽ ആ കോട്ടകളെ ഇടിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിറുപിറുപ്പിന്റെ കോട്ടകൾ 21 ഞാൻ പറയുന്നു. കുറ്റബോധം, എപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ കുറ്റബോധം തരും. കുറ്റബോധം നല്ലതാ അല്ലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഭാവവും തരും. പക്ഷേ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയുന്നത് പോലെ നീ അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇന്നതുപോലെയാണെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് ഇല്ലേ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പത്രോസിന്റെ ജീവിതം യൂദയുടെ ജീവിതം പോലെ ഒന്ന് എടുത്ത് നോക്കിക്കേ. പത്രോസിന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തു, പക്ഷെ അനുദപിച്ച് ചെന്നപ്പോൾ ദൈവം വലിയ പ്രവൃത്തി ചെയ്തു. ഇതുപോലെ വീണ്ടും വീണ്ടും ഈ കുറ്റബോധത്തിനകത്ത് കിടക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവിന്റെ രക്തം അല്ലെ നമ്മളെ നീതിമാന്മാരാക്കി തീർക്കുന്ന രക്തമാണ് കർത്താവിന്റെ രക്തം. അതുകൊണ്ട് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ സകല പാവവും ക്ഷമിക്കുന്ന ഒരു രക്തം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അത് എല്ലാ കുറ്റവും ചെയ്യാനുള്ളതായിരിക്കുന്ന ലൈസൻസ് അല്ല, ദൈവ സ്നേഹത്തില അല്ലെ. നമ്മളിപ്പോ ഈ കർത്താവിനെ പേടിച്ചിട്ടൊന്നും അല്ല നമ്മൾ പാപം ചെയ്യാതിരിക്കേണ്ടത്. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോഴത്തേനും പഴയ നിയമത്തിൽ പാപം ചെയ്ത് നമുക്കറിയാം അവരുടെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. പുതിയ നിയമത്തിൽ ഈ പറഞ്ഞ പോലെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ദൈവ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അല്ലെ, ആ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് നമ്മൾ കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മളൊരു ഭയത്തോടെ അല്ല ഇവിടെ. ആ ദൈവ സ്നേഹത്തിൽ കർത്താവിനോട് അടുത്തിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 22ാമത്തെ കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കുക. ആ കോട്ടയെ കുറിച്ചാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. പിന്നെ വിമർശനങ്ങൾ, ഏത് നേരം വിമർശനങ്ങളുടെ ഒരു സംഭവം. മറ്റുള്ളവരുടെ ശുശ്രൂഷ, ചില സമയത്ത് നമുക്ക് ചില ശുശ്രൂഷകൾ അംഗീകരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലേ. ഇച്ചിരി വ്യത്യസ്തമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെയാണോ അല്ലെങ്കിൽ അതിങ്ങനെയാണോ ഇല്ലേ, അംഗീകരിക്കാനായിട്ടുള്ളതായിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ. പിന്നെ 24ാമത്തെ പോയിന്റ്, എപ്പോഴും ജഡ്ജ്മെന്റ് സീറ്റിൽ ഇരിക്കാനായിട്ടുള്ള ഒരു താല്പര്യം അല്ലെ. എപ്പോഴെങ്കിലും വിധിച്ചുകൊണ്ടിരിക്കാനാ താല്പര്യം. ഞാൻ എന്തൊക്കെയോ ആണ്, അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യണു എന്നുള്ളത് നോക്കി ഇങ്ങനെ വിധി പ്രസ്താവിക്കുന്ന അതിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ചെറിയ കാലം മുതലേ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതായിരിക്കും അല്ലെ. മറ്റുള്ളവരിങ്ങനെ അനലൈസ് ചെയ്യുക, അവരെ കുറിച്ച് പറയുക, അവരുടെ വിധി. അപ്പൊ ആ വിഷയങ്ങൾ നമ്മുടെ ദൈവസ്ഥാനത്തെ താഴ്ത്തി വെക്കുക. 25ാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരോട് ക്ഷമിച്ച പാപങ്ങൾ വീണ്ടും അയവിറക്കുക അല്ലെ. ഒരിക്കലും പാപം നമ്മൾ അവരോട് നമ്മൾ ക്ഷമിച്ച പാപം, പക്ഷെ എന്ത് ചെയ്തു, മുഴുവനായിട്ട് ക്ഷമിച്ചെങ്കിൽ ഒരിക്കലും ഇത് അയവിറക്കത്തില്ല. ചില സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു എന്നാലും അവരന്ന് അങ്ങനെ എന്റെ അടുത്ത് പെരുമാറിയല്ലോ ഇല്ല, ഇത് മൃഗത്തിന്റെ സ്വഭാവമാണ്. എന്ത് ചെയ്യും, ആദ്യം അങ്ങനെ കുറച്ച് പറഞ്ഞ പോലെ വെട്ടി വിരിഞ്ഞൊക്കെ വിട്ടിട്ട് വീണ്ടും അത് വായിക്കാത്തിട്ട് അയവിറത്തുകൊണ്ടിരിക്കും അല്ലെ. അത് കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിങ് നടക്കേണ്ട കാര്യമില്ല. അത് കംപ്ലീറ്റ് ഡൈജഷൻ നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവങ്ങൾ കയറി വരുന്നെങ്കിൽ നമ്മൾ ആ കോട്ടകളെ ഇടിച്ച് കളയണം.
പിന്നെ അഡിക്ഷൻസ്. ആ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനോടെങ്കിലൊക്കെ ഉള്ളതായിരിക്കുന്ന അഡിക്ഷൻസ്. ചിലപ്പോൾ ഫുഡിനോടായിരിക്കാം, അതല്ലെങ്കിൽ ചിലർക്ക് ഇപ്പൊ ഡ്രിങ്ക്സ്, ഞാൻ പറയുന്നില്ല പ്രയർ ലൈനിൽ ആരും ഡ്രിങ്ക്സ് കഴിക്കുന്നു സ്മോക്ക് ചെയ്യുന്നു അല്ല. പക്ഷെ വെറിക്കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇപ്പൊ ചുമ്മാ വെറുതെ പോയി ടിവിയുടെ മുമ്പിൽ ഇരുന്ന് സീരിയൽ കാണുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം നമ്മൾ എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നു, അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അത് ചില അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കോട്ടകൾ പൊളിയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കാണുന്നതിനെല്ലാം വിശ്വസിക്കും, കാണാത്തതിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. വചനപ്രകാരം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥനയിൽ ഇങ്ങനെയുള്ളവർക്ക് മുന്നേറാൻ പറ്റത്തില്ല അല്ലെ. കാണുന്നതെല്ലാം വിശ്വസിക്കും, കാണാത്ത ഒന്നിനെ വിശ്വസിച്ചും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അല്ലെ. അല്ലെങ്കിൽ വിശ്വാസം, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം, ആ ഒരു കൺസെപ്റ്റിലേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോ ആ ചുറ്റുപാടുകളെ നോക്കി ആ ഒരു കാണുന്ന മേഖലയിൽ നിന്നുകൊണ്ട് അതനുസരിച്ച് പ്രാർത്ഥിക്കുക. ആ ലെവല് വിട്ട് കയറാൻ പറ്റാത്തതുപോലെ പിശാച് കെട്ടിപ്പൊക്കിയ ചില കോട്ടകൾ, അതിനിടിപ്പാൻ ദൈവം സഹായിക്കട്ടെ. വിഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തെക്കാൾ അധികമായിട്ട് ഏതിനെങ്കിലും പ്രയോറിറ്റി കൊടുക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ഇടിച്ചു കളയണം. അവിശ്വസ്തത അല്ലെ, അത് ഉണ്ടെങ്കിൽ ഇടിച്ചു കളയണം. അലസത, അത് ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അലസത എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും ജീവിതത്തിലും കുറച്ചൊക്കെ വരാൻ ചാൻസസ് ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ. അലസത, നമുക്ക് ഇന്നത്തേക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ചിലപ്പോൾ നാളത്തേക്ക് ചെയ്യാം, നാളെ കഴിഞ്ഞത്തേക്ക് ചെയ്യാം. ആ ഒരു നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഒരു ഇതില്ലാതെ നമുക്കുടെ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്പെസിഫിക് ടൈം ഒരു കാര്യത്തിന് വെച്ച് ആ സമയത്ത് അത് ചെയ്തു തീർക്കാതെ ഇങ്ങനെ കീപ് പോസ്റ്റ്പോണ്ടിങ്, അതിങ്ങനെ നീട്ടി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. അതാണ് അലസതയുടെ നമ്പർ 1 ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 31ാമത്തെ പോയിന്റ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ആത്മധൈര്യം, അതിനെ അങ്ങ് കെടുത്തി കളയും പിശാച് അല്ലെ. ആ ധൈര്യത്തിന്റെ കോട്ട, അല്ലെങ്കിൽ ആ നമുക്ക് സ്വയമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ഒരു കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാനായിട്ട് സമ്മതിക്കത്തില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊന്നാണ് സോൾ ടൈസ് അല്ലെ. ചില ബന്ധങ്ങളെ അങ്ങനെ കെട്ടിയിട്ടേക്കും അല്ലെ. അങ്ങനെ അറുത്ത് കളയേണ്ടതുണ്ടെങ്കിൽ അതിനെ അറുത്ത് കളയണം. കാരണം ഡേവിഡിന്റെയും ജോനാഥന്റെയും ലൈഫിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതൊരു പോസിറ്റീവ് സോൾട്ട് ആയി. പക്ഷേ സാംസൺ, ദലീല പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്താ സംഭവിച്ചത്, അവിടെ വലിയ ഫെയിലിയറാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ടൈസ് അതിനെ മുറിക്കാൻ ദൈവം സഹായിക്കട്ടെ. അതുപോലെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, മറ്റൊരാളെ തരം താത്തി കാണുക അല്ലെ. ചില എല്ലാം നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും മറ്റൊരാളെ തന്നേക്കാൾ ശ്രേഷ്ഠം എന്നുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠമായിരിക്കുന്ന രീതിയിൽ അതുപോലെ എണ്ണാനായിട്ട് നമുക്ക് പറ്റാതിരിക്കുക. പിന്നെ 34ാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യേശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതിരിക്കുക. യേശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതിരിക്കുക. യേശു എങ്ങനെയാ സ്നേഹിച്ചേ? 1 കൊരിന്ത്യർ 13 സ്നേഹം, കർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അല്ലെ, ഒന്നും പ്രതിഫലേച്ച കൂടാതെ ആകാപ്പെ സ്നേഹം, അതുപോലെ സ്നേഹിക്കാൻ പറ്റാതിരിക്കുക. ഞാനത് എനിക്കൊന്ന് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തോന്നി. കാരണം അങ്ങനെ ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ അതുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന പോയിന്റ്സ് ഒന്നും വേണ്ട, അതിനകത്ത് എല്ലാം വന്നു കഴിഞ്ഞു. ആ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഒരൊറ്റ, ഈ മുകളിലേക്ക് എഴുതിയിരിക്കുന്ന സംഭവങ്ങളുടെ എല്ലാത്തിനും ഒരൊറ്റ മതി. അത് കർത്താവ് പറഞ്ഞ ഒറ്റ കൽപ്പന, ഒരൊറ്റ എണ്ണം മതി അല്ലെ. ആ സ്നേഹമാണ് ഇതിനെല്ലാറ്റിനും മേലെ ഉള്ളതായിരിക്കുന്ന കാര്യം. പിന്നെ 35ാമത്തെ പോയിന്റ്, ചിലരുടെ മെന്റാലിറ്റി, ആരെങ്കിലും ഒന്ന് നോക്കിയാൽ മതി അല്ലെ, ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ചിലർ കണ്ടാൽ മതി എന്റെ മേലുള്ള കൃപ നഷ്ടപ്പെടും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില എന്താ പറയുന്നത്, ഇതിനെന്തോ അന്ധവിശ്വാസം എന്നോ എനിക്കറിയത്തില്ല ഇതിനെന്ത് വാക്ക് പറയണമെന്ന്, അനാവശ്യ ചിന്തകൾ ഉണ്ട് അല്ലെ. ചിലര് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്റെ മേലുള്ള കൃപ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്നിലുള്ള കൃപ നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ ഞാനാ ഉത്തരവാദി. മറ്റൊരാൾക്കും എന്റെ മേൽ ദൈവം തന്നതിനെ എടുത്തു കളയാനായിട്ട് പറ്റത്തില്ല, ഞാൻ അനുവദിക്കാതെ പറ്റത്തില്ല. അത് നമ്മൾ എപ്പോഴും ഓർത്തോണം. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം കണ്ടുപിടിക്കുക, 36ാമത്തെ പോയിന്റ് അതായിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ കോട്ട ഇടിച്ചു കളയണം അല്ലെ, മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുന്ന കോട്ട. 37ാമത്തത് ശൂന്യത. ചില സമയത്ത് നമ്മളെ വലിയ ബ്ലാങ്ക് ആക്കി കൊണ്ടുവന്ന് പിശാച് നിർത്തി കളയും അല്ലെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു ബിഗ് ബ്ലാങ്ക്. അത് അവന്റെ ഏറ്റവും വലിയൊരു ടാക്ടിക്കാണ്. ചിലപ്പോൾ ഒരു ശൂന്യതയെ കൊണ്ടുവന്ന് വിട്ട് കളയും. അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. കാരണം എല്ലാം ബ്ലാങ്ക് ആയിരിക്കുന്ന ഒരു ഫീലിംഗ് നമ്മുടെ ജീവിതത്തിൽ വരും. അതുപോലെ അതുണ്ടെങ്കിൽ അതിനിരിക്കണം. അനുസരണക്കേട്, ഈ പറഞ്ഞ എല്ലാത്തിനെയും കൂടെ ഒരു കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അനുസരണക്കേടും എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഇന്നർ വൂൺസും നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ആന്തരിക മുറിവുകൾ ഏതൊക്കെ ഉണ്ടോ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏറ്റു പറയണം. കർത്താവ് ഏറ്റു പറയാത്ത എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റു പറയണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്ഷമിക്കണം അല്ലെ. എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്തതുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നമ്മൾ ക്ഷമിച്ചാലേ കർത്താവ് ക്ഷമിക്കുന്നത്. അതെപ്പോഴും നമ്മൾ ഓർത്തോണം അല്ലെ. ആ മനുഷ്യരോട് അവരുടെ പിഴകളെ നമ്മൾ ക്ഷമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്.
പിന്നീട് ഇനി ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ കൂടെ പറഞ്ഞ് വേഗത്തിൽ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ജോസഫിന്റെ ജീവിതത്തിലേക്ക് അല്ലെ, നമ്മൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസഫിന്റെ ജീവിതത്തിൽ ഈ സ്വഭാവത്തിന്റെ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്കറിയാം, കുറ്റം ഒന്നും പറയാത്ത, ഇപ്പൊ പിള്ളേരോടായാലും സൺഡേ സ്കൂൾ പിള്ളേരോടായാലും ആരുടെ ബൈബിളിൽ ഇഷ്ടമുള്ള ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ മിക്കവരും തന്നെ പറയുന്ന പേരാണ് ജോസഫിന്റെ ക്യാരക്ടർ അല്ലെ. ജോസഫിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ജോസഫ് ഒരു പ്രമാണം അനുസരിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. ജോസഫിന്റെ കഥയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ ഒരു ക്യാരക്ടർ സ്റ്റഡി ആയതുകൊണ്ട് ജോസഫിന്റെ സ്വഭാവം മാത്രമേ പറയുന്നുള്ളൂ. പ്രമാണം അനുസരിച്ച് ജീവിച്ച ജോസഫ്, ഓക്കെ, മാതാപിതാക്കളെ അനുസരിച്ച ജോസഫ്, അവനൊക്കെ വാക്യങ്ങളുണ്ട്. സഹോദര വർഗത്തെ ജീവന് തുല്യ സ്നേഹിച്ച ജോസഫ്, പൊട്ടക്കിണറ്റി കിടന്നിട്ട് ജയിലിൽ കിടന്നിട്ടും ഒന്ന് പിറുപിറുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ജോസഫ് അല്ലെ. ജോസഫിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നമുക്ക് ഓരോ മേഖലകൾ നോക്കിക്കഴിയുമ്പോൾ ഓരോ ടെംപ്ടേഷനും തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ നമുക്കറിയാം, പോത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പിൽ അല്ലെ ഈ ലോകത്തിന്റെ അങ്കി അങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് ആത്മീയ അങ്കി കളങ്ക വെക്കാതെ സൂക്ഷിച്ച ദൈവത്തിന്റെ ഭക്തനാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ജോസഫിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് നമുക്കൊരു മോഡലായിട്ട് എടുക്കാൻ, കർത്താവ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു മോഡലായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ജോസഫ്. ഒരു പ്രതികാര ചിന്തയില്ല. അതുകൊണ്ടല്ലേ പറയുന്നത്, സഹോദരന്മാർ വന്ന് ആഹാരത്തിനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ എന്താ പറയുന്നത്, ഒറ്റ വാക്ക് നമ്മൾ എപ്പോഴും ഇവിടെ ആളുകൾ പ്രസംഗിക്കാൻ വരുന്ന പാസ്റ്റർമാരും ദേവദാസന്മാരും എല്ലാവരും പറയുന്ന കാര്യമാണ് അല്ലെ. ആ ഒരൊറ്റ വാക്ക് അവിടെ സ്വയം പൊങ്ങി പറഞ്ഞില്ല. അത്ര ഹമ്പിളായിട്ട് ദൈവസന്നിധിയിൽ നിന്ന്, പിതാക്കന്മാരുടെ ദൈവം എന്നെ ആക്കി വെച്ച, നിങ്ങൾക്ക് വേണ്ടി ആക്കി വെച്ചതെന്ന് പറഞ്ഞ് സഹോദരന്മാര് ഒരൊറ്റ കാര്യത്തിന് കുറ്റം ചുമത്തിയില്ല. അതാണ് ജോസഫിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എത്ര കുറ്റം ചുമത്താവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും, എത്ര വലിയ പാപം അവർ ജോസഫിനോട് ചെയ്തിട്ടും ഒരു വാക്കുപോലും കുറ്റം ചുമത്തിയില്ല. ആ ലൈഫൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചോണം. അതുപോലെ പ്രാർത്ഥനയും ആരാധനയും ദൈവഭയവും അതുപോലെ ജീവിച്ച് ജോസഫിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാം, വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു അല്ലെ. അവിടെ ആ ഭാഗം വായിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ, വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ, അപ്പോ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. ഇത് ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ കൽപ്പന കൊടുത്തത്. ഈ കൽപ്പന എവിടെ കൊടുത്തത് നമുക്ക് നോക്കാം. ആ ഒരു ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ദർശനം എന്ന് പറഞ്ഞ ഈ ഒരു ഒറ്റ വാക്യം വായിച്ചാൽ മതി. ഈ എബ്രായ ലേഖനം 11:22 വായിച്ചു കഴിയുമ്പോൾ നമുക്ക് താഴേക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒറ്റ വാക്യത്തില് അവിടെ എബ്രായ ലേഖനം എഴുതിയ ആള് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ വാക്യത്തിൽ പറയും, ഇതുപോലെ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ദർശനത്തെ ഒരൊറ്റ വാക്യം കൊണ്ട് അവിടെ വിശദീകരിക്കുക അല്ലെ. ജോസഫിന് അറിയാൻ തന്റെ മരണം സംഭവിക്കും. തന്റെ സ്വപ്നത്തിൽ താൻ കണ്ട സകല കാര്യങ്ങളും നിവൃത്തിയായി അല്ലെ. സ്വപ്നത്തിൽ കണ്ടു, നമുക്ക് സ്വപ്നം എല്ലാം അറിയാം, ഞാൻ വിശദീകരിക്കേണ്ട, എല്ലാ സ്വപ്നങ്ങളും നിവൃത്തിയായി. പക്ഷേ ജോസഫ് പറയാണ്, ഈ മരണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, തന്റെ ഈ അസ്ഥികൾ അന്യദേശത്തുനിന്ന് എടുക്കണം. ഇതെല്ലാം നമ്മുടെ ദേശം അല്ലേ. ആ ആയിരിക്കുന്ന ദേശം അല്ല നമ്മുടെ ദേശം. അവിടെ വേറെ ഒരു ദേശമുണ്ട്, കനാൻ ദേശമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തോണം, ആ ദേശത്ത് നിങ്ങൾ പോണ ദേശം ഇവിടെ നമ്മൾ വന്നുപെട്ട ദേശമാണ്. ആ ദേശത്തേക്ക് പോയി വേണം എന്റെ അസ്ഥികൾ നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ പോകുമ്പോൾ അത് കൊണ്ടുപോകണം. ഒരു കാഴ്ചപ്പാട് ആ ഭക്തന്റെ മേലെ ഉണ്ടായിരുന്നു അല്ലെ. ആ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ആ ജോസഫിന് വരാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ പോകും. അപ്പൊ എന്ത് ചെയ്തോണം, എന്റെ അസ്ഥികൾ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അത് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഉൽപ്പത്തി പുസ്തകം 50:25 നമുക്കത് കാണാൻ പറ്റുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അനന്തരം ജോസഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു അല്ലെ. ആ സത്യം ചെയ്യിച്ച ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിലാണെങ്കിൽ, പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് 13:19 അവര് പുറപ്പെടാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, മോശ യോസഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോകുന്നു അല്ലെ. മോശയാണ് അവിടെ അസ്ഥികൾ എടുത്തുകൊണ്ട് പോരുന്നത്. ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന നിശ്ചയം, അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു. ആ സത്യം മോശ അവിടെ നിവർത്തിക്കുക, അവരെ എടുത്തുകൊണ്ട് പോവാ. പക്ഷേ നമുക്ക് വീണ്ടും യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ബാക്കി പിക്ചർ കാണാൻ പറ്റും. അവിടെ എന്താ സംഭവിച്ചത്, ഈ അസ്ഥി അല്ലെ, ഉൽപ്പത്തി പുസ്തകത്തിൽ കൽപ്പന കൊടുത്തു, പുറപ്പാട് പുസ്തകത്തിൽ അസ്ഥി എടുത്തു. യോശുവയുടെ പുസ്തകം ആയപ്പോഴത്തേന് നമ്മൾ കാണുവാണ് അവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ, യോശുവയുടെ പുസ്തകം 24:32 ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസഫിന്റെ അസ്ഥികളെ അവർ ഷേഖേമിൽ, യാക്കോബ് ഷേഖേമിന്റെ അപ്പനായ
ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അല്ലെ, ആ സ്ഥലത്ത് പറഞ്ഞ സ്ഥലത്ത് അടക്കം ചെയ്തു. അത് യോസഫിന്റെ മക്കൾക്ക് അവകാശമായിട്ട് അത് തീരുക. അപ്പൊ വളരെ വലിയൊരു പ്രിവിലേജ്. കണ്ട സ്വപ്നം, ജീവിച്ചിരുന്നപ്പോ കണ്ട സ്വപ്നം നടന്നു, മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം നടന്നു. അതാണ് ഒരു യഥാർത്ഥ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം എത്രത്തോളം ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അത്. അല്ലെ, കർത്താവിന് എത്ര വേണേലും ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കറിയാം എലീശയുടെ ജീവിതത്തിലായാലും മരിച്ചു കഴിഞ്ഞിട്ടും ദൈവം അത്ഭുതം ചെയ്തു. അല്ലെ, ജീവിക്കുമ്പോൾ പറഞ്ഞ ചില വാക്കുകൾ അതുപോലെ ജോസഫിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ദൈവം നിവൃത്തിയാക്കി. താൻ കണ്ട സ്വപ്നവും തന്റെ വിഷനും മുന്നോട്ടുള്ളതായിരിക്കുന്ന മരണം കഴിഞ്ഞിട്ടുള്ള വിഷൻ പോലും ദൈവം അവകാശമാക്കി, ദൈവം അത് കൊടുത്തു. അതുകൊണ്ട് ഞാൻ കൺക്ലൂഷൻ ചെയ്യുക, ലാസ്റ്റ് ഒരു വാക്യോടെ വായിച്ച് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിന്റെ 4 വാക്യം നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. പുറപ്പാട് പുസ്തകം 34:4. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: അങ്ങനെ മോശെ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തി അധികാലത്ത് എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി. ആ ഭാഗം മൊത്തം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ ദൈവം ഇറങ്ങി വന്ന് ഘോഷിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, കർത്താവ് ഇറങ്ങി നിന്ന് കർത്താവ് ഘോഷിക്കുന്ന ഒരു കാര്യമാണ് യഹോവ അവന്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചിട്ടുണ്ടെന്നാൽ. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, യഹോവയായ ദൈവം കാരുണ്യയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഈ ഒരൊറ്റ കാര്യമാണ് കർത്താവ് മോശയുടെ മുമ്പിൽ നിന്ന് ദൈവമായിട്ട് തന്നെ ഘോഷിച്ച് ദൈവം പറഞ്ഞൊരു കാര്യമാണ്. കാര്യം എന്താ? ദൈവം ദയ കാണിക്കുന്ന ദൈവമാണ്. അല്ലെ, അതിക്രമവും പാപവും എല്ലാം കർത്താവ് എല്ലാം ക്ഷമിക്കും. പക്ഷെ കുറ്റമുള്ളവനെ, അല്ലെ, നമ്മൾ ഏറ്റു പറയാതെ അതുകൊണ്ട് നടക്കരുത്. നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ അനുതാപമുള്ളവരായിട്ട് ഇരുന്നോളണം. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും ഒക്കെ തലമുറയായിട്ട് ദൈവം സന്ദർശിക്കും എന്ന് വചനം പറയുന്നു. അല്ലെ, അവിടെ അത് കേൾക്കുമ്പോൾ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്: കർത്താവെ, ഇത് ദുശാഠ്യമുള്ള ജനം തന്നെയെങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞ് മോശ ദൈവസന്നിധിയിൽ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ കർത്താവ് അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ കർത്താവ് 10ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ ഒരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തെ മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ദൈവം വലിയ പ്രവർത്തികളെ ദൈവം നമ്മുടെ മേലെ ചെയ്യും. ഭയങ്കരമായിരിക്കുന്ന പ്രവർത്തികളെ ദൈവം ചെയ്യും. കർത്താവ് എന്നിട്ട് പറയുന്ന കാര്യം എന്തോന്നറിയോ? ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക. അമ്മോര്യർ, കനാന്യർ, ഹിത്യർ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവരെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. അല്ലെ, ഓടിച്ചു കളയും. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയാ, നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുക. അതുകൊണ്ട് ഇവരെയൊക്കെ ദൈവം ഓടിക്കും. അല്ലെ, ഈ പറഞ്ഞ അന്യ ദേവന്മാരെയും ഈ ശക്തികളെയും എല്ലാം ദൈവം ഓടിച്ചു കളയും. പക്ഷെ കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം എന്തോന്നറിയാവോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുമായിട്ട്, നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പം. എന്റെ ആത്മീയ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. നമ്മളായിട്ട് ഒരു ഉടമ്പടി ചെയ്യരുത്. അല്ല ഞാൻ അത് നിന്റെ മധ്യേ ഒരു കെണിയായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളയണം. ആ വാക്ക് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇന്ന് നമ്മൾ കോട്ടകളെ ഇടിച്ചു കളയണമെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് ആ പൈശാചിക, അവിടെ പഴയ നിയമത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, ആ പൈശാചിക സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആ പൈശാചിക ശക്തിയുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്നു. അപ്പൊ നമ്മുടെ മക്കളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഉള്ളതായിരിക്കുന്ന രീതിയിൽ പിശാച് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ക്രമീകരിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അന്തരീക്ഷങ്ങൾ ഈ ദിവസങ്ങളിൽ മാറ്റിയെടുക്കണം. നമ്മുടെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത അവസ്ഥകളോ, നമ്മൾ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. അല്ലെ, ഇതിനെല്ലാം ഈ ബലിപീഠങ്ങളെ ഇടിച്ചു കളയാനും ഈ വിഗ്രഹങ്ങളെ തകർക്കാനും അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയാനും എല്ലാം ദൈവം നമ്മളെ സഹായിക്കും. പണ്ട് ഞാനൊരു ആശയം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഈ കനാന്യര്, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഹിസ്യർ, അമോര്യർ, യെബൂസ്യർ, ഈ പറയുന്നതായിരിക്കുന്ന ഈ ജാതികൾ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ ആ പേരിന്റെ അർത്ഥത്തില് നമുക്ക് വചനത്തിലൂടെ എനിക്കൊരു ക്ലിപ്പ് ഞാൻ കിട്ടിയ കാര്യമായിരുന്നു. ക്ലിപ്പ് അല്ലായിരുന്നു, ഒരു പ്രസംഗത്തിൽ കേട്ട കാര്യം ഞാൻ ബുക്കിൽ എഴുതി വെച്ചായിരുന്നു. അതിനകത്ത് കനാന്യർ എന്ന് പറയുന്നത് നിരാശയാണ്, ഹിത്യർ എന്ന് പറയുന്നത് ഭയമാണ്, ഹിവ്യർ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ്, പെരിസ്യർ എന്ന് പറയുന്നത് 2 മുഖം കാണിക്കുന്നത്, ഗിർഹിസ്യർ എന്ന് പറയുന്നത് പിറുപിറുപ്പ്.
അമ്മോര്യർ എന്ന് പറഞ്ഞ ഇരുമനസ്, യെബൂസിയർ എന്ന് പറഞ്ഞ അന്ധത. ഇങ്ങനെ ഒന്നും കൂടെ ഞാൻ പറയാം: നിരാശ, ഭയം, അഡ്ജസ്റ്റ്മെന്റ്, രണ്ട് മുഖം, പിറുപിറുപ്പ്, ഇരുമനസ്, അന്ധത. ഇതിനെല്ലാം കർത്താവ് ചുരുക്കി പറഞ്ഞ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. ഈ കോട്ടകളെല്ലാം ദൈവം ഓടിച്ചു കളയും. ബലിപീഠങ്ങളെ ദൈവം ഇടിച്ചു കളയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? ദൈവത്തോട് കൂടെ നിന്നോണം കേട്ടോ. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ലാസ്റ്റ് ആ ഒരു വാക്യം ചേർത്ത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കർത്താവ് എന്ത് ചെയ്തു പറയുന്നുണ്ട്? നിങ്ങൾ ഒരു ഉടമ്പടി ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുക, അല്ലാഞ്ഞാൽ അത് നിന്റെ മധ്യേ ഒരു കെണിയായിരിക്കും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോരോ ദിവസങ്ങളിൽ എടുത്ത് അനലൈസ് ചെയ്ത് ദൈവസന്നിധിയിൽ ഇരുന്ന കോട്ടകൾ ഇടിപ്പാൻ തക്കവണ്ണമുള്ള ആയുധം ദൈവം തന്നിട്ടുള്ളത് വെച്ച് കോട്ടകൾ ഇടിപ്പാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. സമയത്ത് കുറച്ച് സമയം കൂടെ ഞാൻ എടുത്തുപോയി. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളോട് സ്നേഹിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, എന്റെ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങൾ സകല വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം നടത്തിയത് കൊണ്ട് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തേണ്ടതിനും എന്റെ കർത്താവെ ഹാലലിയ കംഫർട്ടറായിട്ട് ദൈവം ഞങ്ങളെ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹാലലിയ പരിശുദ്ധാത്മാവെ, ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഏത് മേഖലകളിലാണോ കർത്താവെ ആ ഇടിച്ചു കളയേണ്ടതായിരിക്കുന്ന കോട്ടകൾ ഉള്ളതെന്ന് ആത്മാവ് ഞങ്ങളോട് വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സ്വർഗം ഇടയാക്കണമേ. ഞങ്ങളുടെ കുടുംബ ഈ ദിവസങ്ങളിൽ കർത്താവെ ഹാലലിയ അത് സ്വർഗീയ അനുഭവമുള്ള അവസ്ഥകളാക്കി മാറ്റപ്പെടണം. ദൈവം അങ്ങനെയാണല്ലോ കർത്താവെ, ആ പറുദീസയുടെ അനുഭവമാണ് ഒരു കുടുംബത്തിന്റെ മേൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും കർത്താവ് ഈ ഭൂമിയിലും ഞങ്ങൾക്ക് ആ ഒരു സന്തോഷം അനുഭവിപ്പാൻ സ്വർഗം ഇടയാക്കും. ഞങ്ങളുടെ സ്വഭാവത്തെ ദൈവമേ അവിടുന്ന് പണിതെടുക്കണമേ കർത്താവെ. ഞങ്ങൾക്കെല്ലാം ക്ഷമിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളെന്നുള്ള ഭാവത്തെ ദൈവം ഉടച്ചു കളയണമേ. എവിടെയെങ്കിലും കർത്താവെ ഹാലലിയ കോട്ടകൾ, ദൈവഹിതപ്രകാരമല്ലാത്ത കോട്ടകൾ എവിടെയാണോ ഉയർന്നു നിൽക്കുന്നത്, ഞങ്ങളെ തന്നെ വചനത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കർത്താവെ ആ കോട്ടകൾ ഏതെങ്കിലും ഇടിക്കുവാനുണ്ടെങ്കിൽ ഹാലലിയ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആ അധൈര്യം പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ പോലും ഉണ്ടാവില്ല കർത്താവെ. ദൈവത്തിൽ ധൈര്യപ്പെട്ട് ഉറച്ചും കൊണ്ട് വാക്കു പറഞ്ഞ ദൈവത്തിന്റെ വിശ്വസ്തത കർത്താവെ മുറുകെ പിടിച്ച ദാവീദിനെ പോലെ കർത്താവെ ദിവസങ്ങൾ കർത്താവെ യഹോശാഫാത്തിനെ പോലെ ധൈര്യപ്പെട്ട് വചനം പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. സകലരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് പ്രയോജനമുള്ളവരായി തീരണം. അവർ കർത്താവിന്റെ കയ്യിലെ ആയുധങ്ങളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കർത്താവെ നല്ല മക്കളായി കർത്താവെ അവരെ ദൈവം മാറ്റിയെടുക്കണമേ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി അവർ ദൈവം എടുത്ത് ഉപയോഗിക്കണമേ. എന്റെ കർത്താവിന്റെ ശബ്ദം അവർ കേൾക്കണമേ. എന്റെ കർത്താവിന്റെ മഹത്വം അവരിലൂടെ വെളിപ്പെടുത്തേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അവിടുന്ന് കർത്താവെ അവർക്ക് കർത്താവെ അവരുടെ ജീവിതത്തിൽ പ്രസാദമാകുമാറ് എന്റെ കർത്താവിന്റെ വഴി പ്രമാണിപ്പാൻ അവരുടെ ഹൃദയങ്ങൾ യേശുവെ അങ്ങ് തുടരണമേ. എന്റെ കർത്താവെ വലിയ മാനസാന്തരത്തിലേക്ക് ദൈവം ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ മനസ്സിനെ പുതുക്കണമേ കർത്താവെ. ഞങ്ങളുടെ മനസ്സിനൊരു വിശുദ്ധി നൽകണമേ കർത്താവെ. ഹാലലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ വചനത്താൽ ദൈവം ഞങ്ങളെ ഇതുവരെയും സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവം ഞങ്ങളെ നിറച്ചതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 താങ്ക് യു വെരി മച്ച്. അനുഗ്രഹിക്കപ്പെട്ട ആലോചനയാണ് നമ്മളെ കേൾപ്പിച്ചത്. പ്രാക്ടിക്കൽ തിയോളജിയാണ്. പ്രൈസിലോട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. പ്രൈസിലോട് ഈ ജഡത്തിൽ വസിക്കുന്ന നമ്മൾ ജഡപ്രകാരം പോരാടുന്നതല്ല. പോരിന്റെ ആയുധം ചെടിക്കുമല്ല, കോട്ടകളെ ഇരിക്കാൻ ദൈവത്തിനെയും നമുക്ക് തന്നിരിക്കുക. ആ ആയുധങ്ങൾ എടുത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആ ആയുധങ്ങൾ മാത്രം എടുക്കുക, വേറെ ആയുധങ്ങളൊന്നും എടുക്കരുത്. എടുത്ത് പ്രൈസിലോട് കർത്താവ് നമുക്കൊരു യുദ്ധം ചെയ്യും. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ വീണ്ടും നമ്മളെ സഹായിച്ചിട്ട് കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും.